ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീ ഗുരോ ശ്രീയുതാപദകമലം ശ്രീ ഗുരോൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാൻവിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണ പാദാൻ സഹഗണ ലളിതാ ശ്രീ വിശാഖാന്വിതാംശ്ച പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. ഹേ കൃഷ്ണ കരുണ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിൻ ഇതി നാമിനെ. നമോ ആചാര്യപാദായ നിതായ കൃപപ്രദായിനെ ഗൗരകഥാധാമദായ നഗരഗ്രാമധാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. മൂകം കരോതി വാചാലം ഭംഗും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദ മാധവം ശ്രീ ചൈതന്യമീശ്വരം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നീലാചല നിവാസായ നിത്യായ പരമാത്മനെ ശ്രീബലഭദ്ര സുഭദ്രാഭ്യാം ജഗന്നാഥായ ദേ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് മഹാത്മാക്കളെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത് അല്ലെ. ആരാണ് മഹാത്മാക്കള്? അതായത് സതതം കീർത്തേന്തോമാൻ, എപ്പോഴും ഭഗവത് സ്മരണയില് ഭഗവാനെ പ്രകീർത്തിച്ചും കഴിച്ചുകൂട്ടുന്നവരാണ് മഹാത്മാക്കള്. അതായത് അനന്യ ഭക്തി, 1 pointed attention, ഭഗവാനെ മാത്രം ആരാധിക്കുക, എപ്പോഴും 24/7 ഭഗവാന്റെ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുക. അങ്ങനെയുള്ളവരാണ് മഹാത്മാക്കൾ. അവർ ഈ ഭൗതിക ലോകത്തിലായിരുന്നാലും അവര് ജീവൻ മുക്താത്മാക്കളാണ് എന്ന് നമ്മള് മനസ്സിലാക്കി. 15ാമത്തെ ശ്ലോകം. ജ്ഞാനയജ്ഞേന ചാപ്യന്യേ യജന്തോ മാമുപാസതേ ഏകത്വേന പൃഥക്ത്വേന ബഹുധാ വിശ്വതോ മുഖം. ഈ ശ്ലോകത്തില് ജ്ഞാനികളെ കുറിച്ചാണ് പറയുന്നത്. ജ്ഞാനികള് 3 തരത്തിലുണ്ട്. അതായത് ഏകത്വേന, പൃഥക്ത്വേന, പിന്നെ ബഹുധാ വിശ്വതോ മുഖം. ഇങ്ങനെ 3 തരത്തിലുള്ള ജ്ഞാനികളെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചിലരെ ജ്ഞാനമാർഗത്തിൽ കൂടി പോകും, ചിലരെ ഭക്തി മാർഗത്തിൽ കൂടി പോകും, ചിലരെ ഹരേ കൃഷ്ണ. ഇതില് ഏകത്വേന, പൃഥക്ത്വേന, പിന്നെ ബഹുധാ വിശ്വതോ മുഖം, ഇങ്ങനെ 3 തരത്തിൽപ്പെട്ട ജ്ഞാനികളാണ്. നമ്മള് നേരത്തെ മനസ്സിലാക്കി 4 തരത്തിലുള്ള ആൾക്കാരാണ് ഭഗവാനെ സമീപിക്കുന്നത്. ആർത്തോ, അർത്ഥാർത്ഥോ, ജിജ്ഞാസു, ജ്ഞാനീച്ച, ഭരതർഷഭ. അതായത് ആർത്തർ പറഞ്ഞാല് ദുഃഖിതര്, പിന്നെ ഭഗവാനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവര്, പിന്നെ ആഗ്രഹപൂർത്തിക്കായിട്ട് വരുന്നവര്. ഇങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരാണ് ഭഗവാനെ സമീപിക്കുന്നത്. അപ്പൊ ഇവിടെ ജ്ഞാനികളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ നമ്മൾ മഹാത്മാക്കളെ മനസ്സിലാക്കിയവര് ഭഗവാൻ ഒഴികെ വേറെ ഒന്നിനെയും ആരുടെയും അടുത്തവര് പോവില്ല, ഭഗവാനെ മാത്രം. അതാണ് 1 pointed attention പറഞ്ഞത്.
അതേസമയം മഹാത്മാക്കൾ അല്ലെങ്കിലും ഭഗവാനെ ആരാധിക്കുന്ന പല രീതിയിൽ കൂടി ഭഗവാനെ ആരാധിക്കുന്ന ഭക്തന്മാരുണ്ട്. അവരെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അതായത് ആർത്തർ പറഞ്ഞാല് ദുഃഖിതര്, പിന്നെ ധനം ആഗ്രഹിക്കുന്നവര്, ദരിദ്രര്, പിന്നെ ജ്ഞാനി, ജിജ്ഞാസു, ഭഗവാൻ ആരാണ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ താല്പര്യമുള്ളവര്. അപ്പം ഇതിലും താഴെയുള്ള 3 തരത്തിലുള്ള ആൾക്കാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഏകത്വേന പറഞ്ഞാല് ഭഗവാനും നമ്മളും ഒന്നാണ് എന്ന് വിശ്വസിക്കുന്നവര്. അതായത് ഞാനും നാരായണൻ, നീയും നാരായണൻ എന്ന് പറയുന്ന അഹം ബ്രഹ്മാസ്മി, തത്വമസി, ഇതൊക്കെ പാടി പുകഴ്ത്തി നടക്കുന്ന ആൾക്കാർ. അവരെന്താ പറയുന്നത്? മരണശേഷം നമ്മളും നാരായണനാകും, ഭഗവാനാകും എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവരാണ് ഏകത്വേന പറയുന്നത്. പിന്നീട് പൃഥക്വേന. ഈ ഏകത്വേനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. മുൻ അധ്യായങ്ങളിലെ പല ശ്ലോകങ്ങളിലും ഈ ഏകത്വേന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇനി പൃഥക്വേന വരുന്നുണ്ട്. വരും ശ്ലോകങ്ങളിൽ കൂടി നമുക്ക് മനസ്സിലാക്കാം. അതായത് അവര് ഭഗവാനെ ഏതെങ്കിലും രൂപത്തില് വിഭാവനം ചെയ്ത് അതിനെ ആരാധിക്കുന്നവരാണ് പൃഥക്വേന പറയുന്നത്. അതായത് ദേവീദേവന്മാരെ ഉപാസിക്കുന്നവര്. അവര് ഏതെങ്കിലും രൂപത്തിൽ, അവരിപ്പോ നമ്മൾ ഹരേ കൃഷ്ണ ജപിക്കാൻ പറഞ്ഞാൽ പറയില്ല, എന്തെങ്കിലും ജപിച്ചാൽ പോലെ എന്തിനാണ് ഈ ഹരേ കൃഷ്ണ, ഹരേ രാമ എന്തുകൊണ്ട് ജപിക്കുന്നില്ല, ശിവനെ ആരാധിച്ചാൽ എന്താ, ഭഗവതിയെ ആരാധിച്ചാൽ എന്താ എന്നിങ്ങനെ ചോദിക്കുന്ന ആൾക്കാര്. അവര് കാര്യസാധ്യത്തിന് വേണ്ടി അവരാരുടെയും അടുത്ത് പോകും. അവർക്കറിയില്ല ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കാര്യങ്ങളെല്ലാം സാധിക്കും, നമുക്ക് ഈ ഭൗതികതയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് അവരെ മനസ്സിലാക്കുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഭൗതികതയിലുള്ള സുഖം അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് കണക്കാക്കുന്നത്. പിന്നീട് അടുത്തത് ഭഗവാന്റെ വിശ്വരൂപത്തെ ആരാധിക്കുന്നവര്. അതാണ് വിശ്വതോമുഖം എന്ന് പറഞ്ഞത്. ഭഗവാന്റെ യൂണിവേഴ്സൽ ഫോം, വിശ്വരൂപത്തെ ആരാധിക്കുന്നവരിങ്ങനെ 3 കൂട്ടര്: ഏകത്വേന, പൃഥക്വേന, വിശ്വതോമുഖം. ഇങ്ങനെ 3 തരത്തില് ഉള്ള ഭക്തന്മാരുണ്ട്. അപ്പം ഇതില് ഏകത്വേനയാണ് ഏറ്റവും താഴത്തെ പടിയിൽ നിൽക്കുന്നത്. കാരണം എന്താ? അവര് സ്വയം ഭഗവാനായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ ഏറ്റവും താഴത്തെ പടിയിൽ നിൽക്കുന്നവര് ഈ ഏകത്വേന ആണ് ഇവിടെ ശ്രീല പ്രഭുപാദര് പറയുന്നുണ്ട്. പക്ഷെ അവരെ ഭഗവാനാണെന്ന് കരുതി അവര് സ്വയം ആരാധിക്കുന്നവരാണ്. പക്ഷെ ഇതും ഒരു തരത്തില് ഭഗവത് ആരാധനയാണെന്ന് ശ്രീല പ്രഭുപാദര് പറയുന്നുണ്ട്. പിന്നെ രണ്ടാമത്തേത് ദേവി ദേവന്മാരെ ആരാധിക്കുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞു. അപ്പൊ മൂന്നാമത്തെ വകുപ്പിൽപ്പെട്ട ഈ യൂണിവേഴ്സൽ ഫോം അല്ലെങ്കിൽ വിശ്വരൂപം, അതായത് അവര് ഈ പ്രത്യക്ഷ പ്രപഞ്ചത്തിന് അതീതമായിട്ട് അവർ ഒന്നിനെയും സങ്കല്പിക്കുന്നില്ല. ഈ പ്രപഞ്ചത്തെയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വസ്തു എന്ന് കരുതി അതിനെ ആരാധിക്കുന്നു. അപ്പൊ ഇവിടെ പ്രഭുപാദര് പറയുന്നുണ്ട്, ഈ സൃഷ്ടിയും ഈ പ്രപഞ്ചവും ഭഗവാന്റെ ഒരു രൂപം തന്നെയാണെന്ന് പറയുന്നുണ്ട്. ഇനി അടുത്ത ശ്ലോകം, ഈ 16 മുതൽ 19 വരെയുള്ള ശ്ലോകമാണ് ഈ വിശ്വരൂപത്തെ ആരാധിക്കുന്നവരെ കുറിച്ചിട്ടാണ് പ്രതിപാദിക്കുന്നത്. അഹം ക്രതുരഹം യജ്ഞ സ്വഥാഹമഹം ഔഷധം മന്ത്രോ അഹമഹമേവാജ്യം അഹം അഗ്നിരഹം ഹൃദം. ഇവിടെ വിശ്വതോമുഖം, അതായത് വിശ്വരൂപത്തെ ആരാധിക്കുന്നവരെ അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണ്? അവർ വിശ്വരൂപത്തെയാണ് ആരാധിക്കുന്നെങ്കിൽ അത് ഭഗവാന്റെ യൂണിവേഴ്സൽ ഫോമാണ്, ഭഗവാന്റെ വിശ്വരൂപമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ളവര് മോസ്റ്റ്ലി അഡ്വാൻസ്ഡ് ആണെന്ന് ശ്രീല പ്രഭുപാദര് പറയുന്നുണ്ട്. ഇതിന്റെ വിവർത്തനത്തിൽ പറയുന്നുണ്ട്, ക്രിയയും യജ്ഞവും ഞാൻ തന്നെയാണ്, പിതൃക്കൾക്ക് നൽകപ്പെടുന്ന ഹവ്യവും ഔഷധവും അഭൗതിക മന്ത്രങ്ങളും ഞാൻ അത്രേ, അഗ്നിയും അതിൽ ഹോമിച്ചവയും നെയ്യും ഞാൻ തന്നെയാണെന്ന് ഇവിടെ വിവർത്തനത്തില് പറയുന്നുണ്ട്. അപ്പം ഈ സൃഷ്ടിയിലെ ഭഗവാൻ എങ്ങനെയാണ് ഓരോ പദാർത്ഥങ്ങളുമായിട്ട് ഓരോ ജീവാത്മാക്കളുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് ആ വിശ്വരൂപത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ പറയുന്നുണ്ട് ജ്യോതിഷ്ഠോമം എന്ന വൈദിക യജ്ഞം. ഈ ജ്യോതിഷ്ഠോമ യജ്ഞം എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? സ്വർഗലോക പ്രാപ്തിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ആ യജ്ഞവും ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ പിതൃക്കളെ പ്രീതിപ്പെടുത്താൻ ചെയ്യുന്ന ബലിതർപ്പണങ്ങള്, അതില് ആഹുതി ചെയ്യുന്ന നെയ്യ് എന്ന് പറയുന്നത് അത് ഒരു ഔഷധമാണ്. ഔഷധവും എന്നാരാണ്? ശ്രീകൃഷ്ണ ഭഗവാൻ
തന്നെയാണ്. അതിനായിട്ട് ജപിക്കുന്ന മന്ത്രങ്ങളും ആരാണ്? ഭഗവാൻ തന്നെയാണ്. അതുപോലെ തന്നെ യജ്ഞത്തിലേക്ക് പാല് കൊണ്ടുണ്ടാക്കുന്ന ഹവിസുകൾ അതും ഭഗവാൻ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പഞ്ചഭൂതങ്ങളിലൊന്നായ അഗ്നി എന്ന് പറയുന്നതും കൃഷ്ണൻ തന്നെയാണ്. അതുപോലെ തന്നെ വേദങ്ങളിലെ കർമ്മകാണ്ഡങ്ങളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ യജ്ഞങ്ങളും ഭഗവാൻ തന്നെയാണ്. അപ്പം എങ്ങനെ നോക്കിയാലും ഈ സൃഷ്ടിയിലെ എല്ലാത്തിലും ആരെ കാണാൻ സാധിക്കും? ഭഗവാനെ കാണാൻ സാധിക്കും. അതായത് പക്ഷെ ഇതിനെല്ലാം ഉപരിയാണ് ഭഗവാനെ ഭക്തിപൂർവ്വം സേവിക്കുന്ന, അതായത് കൃഷ്ണാവബോധത്തിൽ പ്രവർത്തിക്കുന്നവര് ഇതിനെയെല്ലാം ഉപരിയായിട്ട് നിലകൊള്ളുന്നു എന്ന് ശ്രീല പ്രഭുപാദര് പറയുന്നുണ്ട്. കാരണം എന്താണ്? അവരെ വേദങ്ങളിലെ കർമ്മകാണ്ഡങ്ങളിലെ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നവരാണ്. അതായത് ഭഗവാന്റെ തിരുനാമ ജപത്തിലൂടെയും ഭഗവാനെ ഭക്തിയുടെ സേവനം ചെയ്യുന്നതിലൂടെയും ഈ കർമ്മകാണ്ഡങ്ങളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രവൃത്തികളെയും ഉൾക്കൊള്ളുന്നുണ്ട്, അല്ലെങ്കിൽ അത് മറികടന്നവരാണ് എന്ന് അങ്ങനെയായിട്ട് കണക്കാക്കണമെന്ന് ശ്രീല പ്രഭുപാദര് പറയുന്നുണ്ട്. അപ്പൊ എല്ലാത്തിലും ശ്രേഷ്ഠ എന്താണ്? കൃഷ്ണാവബോധം തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം കലിയുഗത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്താണ്? സങ്കീർത്തന യജ്ഞം. അപ്പൊ ആ സങ്കീർത്തന യജ്ഞത്തിൽ കൂടി മുൻപോട്ട് പോകുന്നവരാണ് ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ളവര് എന്നിവിടെ പറയുന്നുണ്ട്. ഇനി അടുത്ത ശ്ലോകം. പിതാഹമസ്യ ജഗതോ മാതാധാത പിതാമഹ വേദ്യം പവിത്രമോകാരം ഋക്സാമയജുരേവച്ച. ഇവിടെ വിവർത്തനത്തിൽ പറയുന്നു, ലോകത്തിന്റെ അമ്മയും അച്ഛനും രക്ഷകനും പിതാമഹനും ഞാൻ തന്നെ. അറിയേണ്ടതും പവിത്രമാകുന്നതും പ്രണവവും ഋക്സാമയജുർവേദങ്ങളും ഞാൻ തന്നെയാണെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പം നമ്മളിവിടെ കണ്ടു, എല്ലാത്തിലും ഈ സൃഷ്ടിയിലുള്ള എല്ലാത്തിലും ഭഗവാന്റെ ചൈതന്യം, ഭഗവാനെ നമുക്ക് കാണാന് സാധിക്കും. ഇപ്പം ഈ സൃഷ്ടി എന്ന് പറയുന്നത് എന്താണ്? ഭഗവാന്റെ ശക്തിയാണ്, ഇല്ലേ? ഭൗതിക പ്രകൃതി ഭഗവാന്റെ തന്നെ ശക്തിയാണ്. ഈ സൃഷ്ടിയിലുള്ളതെല്ലാം നമ്മൾ ഉൾപ്പെടെ, ജീവാത്മാക്കൾ ഉൾപ്പെടെ എല്ലാം തന്നെ ഭഗവാന്റെ വിവിധ തരത്തിലുള്ള ശക്തികളാണ്. പരാസ്യ ശക്തി വിവിധൈവ ശ്രൂയത്തെ. എല്ലാം തന്നെ ഭഗവാന്റെ ശക്തികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ എന്നാൽ ഒരു തരത്തിൽ നോക്കിയാൽ അവ ഭഗവാന്റെ ശക്തിയാണോ? അല്ല താൻ. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. ഈ ഭൗതിക ലോകത്തിൽ ഉള്ളതൊക്കെ രണ്ടു തരത്തിലുള്ള ഊർജങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒന്നുകിൽ ആധ്യാത്മിക ഊർജം, അല്ലെങ്കിൽ ഭൗതിക ഊർജം. ഇങ്ങനെ രണ്ടു തരത്തിലുള്ള ഊർജങ്ങൾ ഈ സൃഷ്ടിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ആധ്യാത്മിക ലോകത്തിൽ എന്താണ്? ആധ്യാത്മിക ഊർജമാണ്. അപ്പം ഈ സൃഷ്ടിയിൽ നിലനിൽക്കുന്നതും ഈ സൃഷ്ടിയിൽ ഉള്ളതും ഒക്കെ ഭഗവാന്റെ എനർജിയാണ്, ഭഗവാന്റെ ഊർജമാണ്. നമുക്കറിയാം ഭഗവാന് 3 തരത്തിലുള്ള ശക്തികളുണ്ട്. ഏതൊക്കെയാണ്? അന്തരംഗ ശക്തി, ബഹിരംഗ ശക്തി, തടസ്ഥ ശക്തി. നമ്മള് തടസ്ഥ ശക്തികളാണ് ജീവാത്മാക്കള്. അപ്പൊ നമ്മളുടെ അച്ഛനമ്മമാര്, നമ്മളുടെ മുത്തച്ഛൻ, നമ്മളുടെ മക്കള്, പേരക്കുട്ടികള്, ബന്ധുമിത്രാദികള്, ഇതെല്ലാം തന്നെ ആരാണ്? ഭഗവാന്റെ ശക്തികളാണ്. പക്ഷെ ഇതൊക്കെ മാറി മാറി വരുന്നതാണ്, ഇല്ലേ? പലതരത്തിലുള്ള ശക്തി. നമ്മൾ ഓരോ ജന്മവും നമ്മൾ ഓരോ ശരീരം എടുക്കുന്നുണ്ട്. നമ്മളുടെ കർമ്മഫലം അനുസരിച്ചിട്ട് നമ്മൾ വ്യത്യസ്ത ശരീരങ്ങളെ സ്വീകരിക്കുന്നുണ്ട്. പല പല യോനികളിൽ നമുക്ക് ജനിക്കേണ്ടി വരുന്നുണ്ട്. അവിടെയെല്ലാം നമുക്ക് അച്ഛനമ്മമാരുണ്ട്. പക്ഷെ ഈ അച്ഛനമ്മമാരെല്ലാം ഒന്നു തന്നെയാണോ? എല്ലാ ജന്മത്തിലും നമ്മളോടൊപ്പം വരുന്നത് ഒരേ അച്ഛനമ്മമാരാണോ? അല്ല, ഒരിക്കലും അല്ല. അത് നമ്മളുടെ കർമ്മഫലം അനുസരിച്ചിട്ട് മാറി മാറി വരികയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവരെല്ലാം തന്നെ എന്താണ്? ഭഗവാന്റെ അംശങ്ങളാണ്. ഭഗവാൻ പറയുന്നുണ്ട്, മമൈ വാംശോ ജീവലോകെ ജീവഭൂത സനാതനഹ. ഇതെല്ലാം തന്നെ ഭഗവാന്റെ അംശങ്ങളാണ്. ഇവരൊക്കെ തന്നെ മുജ്ജന്മങ്ങളിലോ അല്ലെങ്കിൽ ഇനി വരുന്ന ജന്മങ്ങളിലോ ഇവരൊന്നും നമ്മളോടൊപ്പം ഉണ്ടാവില്ല. നമുക്കറിയാം ശ്രീമദ് ഭാഗവതത്തിലെ ചിത്രകേതുവിന്റെ കഥയുണ്ട്, ചിത്രകേതു ഉപാഖ്യാനം. അതില് ചിത്രകേതു എന്ന് പറയുന്ന മഹാരാജാവിന് സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അനേകം വിവാഹം കഴിച്ചു, പക്ഷെ അദ്ദേഹത്തിന് സന്തതി ഉണ്ടായില്ല. അവസാനം ഒരു സന്തതി ഉണ്ടായി. അപ്പൊ അദ്ദേഹത്തിന്റെ സ്നേഹം മുഴുവൻ, അദ്ദേഹം മുഴുവൻ സമയവും ആ പത്നിയോടും ആ കുട്ടിയോടും ഒപ്പം അദ്ദേഹം ചിലവഴിച്ചു. ഇതിലെ സഹപത്നിമാർക്ക് അസൂയ തോന്നി. അവര് ആ ശിശുവിനെ വധിച്ചു കഴിഞ്ഞപ്പോൾ ഇത്രയും നാൾ അനുഭവിച്ച സന്തോഷം ആ രാജാവിനും ആ പത്നിക്കും ഇല്ലാതായി. അവരാകെ ധർമ്മസങ്കടത്തിലായി. ആ രാജാവ് ഇങ്ങനെ വിലപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാരദ മഹർഷി അവിടെ എത്തും. നാരദ മഹർഷി പല കാര്യങ്ങളും പറഞ്ഞ രാജാവിനെയും
ഈ പത്നിയെയും സമാധാനിപ്പിക്കാന് ശ്രമിക്കും. പക്ഷെ ഒന്നുകൊണ്ടും അവരുടെ ദുഃഖം അടങ്ങില്ല. അവസാനം നാരദ മഹർഷി എന്ത് ചെയ്യും? ഈ മരിച്ച കുട്ടിയുടെ ആത്മാവിനെ വിളിച്ചു വരുത്തും. അപ്പൊ ആ കുട്ടി ചോദിക്കുന്നുണ്ട്, ഏത് ജന്മത്തിലെ അച്ഛനമ്മമാരാണ് നിങ്ങൾ? എനിക്ക് പല ജന്മങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഏത് ജന്മത്തിലെ അച്ഛനമ്മമാരാണ് നിങ്ങളെ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ബന്ധം എന്ന് പറയുന്നത്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അച്ഛനും ഇല്ല, അമ്മയും ഇല്ല, ഭാര്യയും ഇല്ല, മക്കളും ഇല്ല, ഭർത്താവും ഇല്ല, ഒന്നുമില്ല. മരണം വരെ ഉള്ളൂ ബന്ധങ്ങളൊക്കെ. അപ്പൊ ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ജന്മത്തിൽ നടന്നതൊന്നും നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ നമുക്ക് സാധിക്കില്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഈ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ബന്ധങ്ങളും എല്ലാം ഉണ്ടാകുന്നത്. അപ്പം ഈ ബന്ധങ്ങളൊക്കെ അസ്ഥിരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മളുടെ കർമ്മഫലത്തിനനുസരിച്ചിട്ട് ഈ ബന്ധങ്ങളൊക്കെ മാറി മാറി വരുന്നതുണ്ട്. പക്ഷെ ഒന്ന് മാത്രമേ മാറാതെ നിൽക്കുന്നുള്ളൂ. അതാരാണ്? ശ്രീകൃഷ്ണ ഭഗവാൻ മാത്രം. നമ്മൾ എത്ര ജന്മം എടുത്താലും നമ്മളോടൊപ്പം ഉള്ളത് ഭഗവാൻ മാത്രമാണ്. ആ ഒരു ബന്ധം, ഭഗവാനും നമ്മളും തമ്മിലുള്ള ബന്ധം മാത്രമേ മാറാതെ നിലനിൽക്കുന്നുള്ളൂ എന്ന് നമ്മൾ പ്രത്യേകം ഓർമ്മിക്കണം. മഹാഭാരതത്തിലെ ഗാന്ധാരി ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്. ത്വമേവ മാതാ ച പിതാ ത്വമേവ, ത്വമേവ ബന്ധു ച സഖാ ത്വമേവ, ത്വമേവ വിദ്യാദ്രവിണം ത്വമേവ, ത്വമേവ ദൈവം മമ ദേവദേവ. അതായത് അങ്ങ് തന്നെയാണ് അച്ഛനും അമ്മയും ബന്ധുക്കളും പിന്നെ വിദ്യയും സമ്പത്തും എല്ലാം അങ്ങ് തന്നെയാണ് എന്ന് ഗാന്ധാരി ഭഗവാനോട് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആ ശ്രീകൃഷ്ണ ഭഗവാൻ മാത്രമാണ് നമ്മളോടൊപ്പം എന്നെന്നും നമ്മളോടൊപ്പം കൂടെ ഉള്ളത്. ബാക്കിയൊക്കെ മാറി മാറി വരും പോകും. അതായത് കാലാവസ്ഥ മാറി മാറി വരുന്നത് പോലെ ഈ ബന്ധുക്കളും മക്കളും ഒക്കെ ഓരോ ജന്മം എടുക്കുമ്പോഴും മാറി മാറി വരികയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇവരോടൊക്കെ കാണിക്കുന്ന അറ്റാച്ച്മെന്റ് വെറുതെയാണ് എന്ന് നമുക്ക് മനസ്സിലായില്ലേ? ഇതൊക്കെ വെറുതെയാണ്. നമ്മളെല്ലാം എന്റേത് എന്റേത് പറഞ്ഞ എല്ലാം കെട്ടിപ്പിടിച്ചിരിക്കും ഇല്ലേ? എന്റെ മക്കളെ, എന്റെ ഭർത്താവ്, എന്റെ പത്നി, എന്റെ സ്വത്ത്, എന്റെ വീട് എല്ലാം എന്റെയാണ് നമുക്ക്. പക്ഷെ ഈ എന്റെ എന്ന് പറയുന്നതൊന്നും നിലനിൽപ്പില്ല, ഇതൊന്നും നമ്മളുടേതല്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പൊ ഭഗവാനുമായിട്ടുള്ള ബന്ധം അത് മാത്രമാണ് ശാശ്വതമായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വേദങ്ങളിലൂടെ ആരെയാണ് അന്വേഷിക്കുന്നത്? ആരെയാണ് മനസ്സിലാക്കേണ്ടത്? ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്. വേദൈശ്ച വേദേ റഹമേവ വേദ്യ വേദാന്തകൃത് വേദ വിദേഹചാഹം. എല്ലാ വേദങ്ങളിൽ കൂടി മനസ്സിലാക്കേണ്ടത് ആരെയാണ്? ശ്രീകൃഷ്ണ ഭഗവാനെ മാത്രമാണ്. ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നത് പോലെ ശൃണ്വധം സ്വഹത കൃഷ്ണ പുണ്യശ്രവണ കീർത്തന ഹൃദന്തസ്ഥോ അഭദ്രാണി വിധിനോതി ശ്രീ. അതായത് അങ്ങനെയുള്ള ഭഗവാനെ കുറിച്ച് നമ്മൾ എപ്പോഴും കേൾക്കാനും ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാനും നമ്മൾ ശ്രമിക്കണം. അങ്ങനെയുള്ള ഭഗവാന്റെ കഥകളാണ് നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത്. മഹാത്മാക്കൾ അതാണ് ചെയ്യുന്നത്. അവര് 24/7 ഫുള്ളി എൻഗേജ്ഡ് ആണ്. അവരുടെ തലയിലെ ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അവര് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ്. അവരാ തലത്തിലാണ് നിലകൊള്ളുന്നത്. അപ്പൊ നമ്മളും നമ്മളുടെ സാധന ശക്തമാക്കി നമ്മളും മഹാത്മാവിന്റെ തലത്തിൽ എത്തിച്ചേരാൻ നമ്മളും പരിശ്രമിക്കണം. ഭഗവാന്റെ നാമരൂപ ഗുണ ലീലകൾ നമ്മൾ എപ്പോഴും സ്മരിച്ചുകൊണ്ടേ ഇരിക്കണം. നമുക്കറിയാം, അടുത്ത അധ്യായത്തിൽ നമ്മൾ കാണാം, പരബ്രഹ്മ പരംധാമ പവിത്രം പരമം ഭവാൻ ഭവാൻ എന്ന് അർജുനൻ പറയുന്നുണ്ട്. അങ്ങ് പരബ്രഹ്മമാണ്, അങ്ങ് പരിശുദ്ധനാണ് എന്ന് അർജുനൻ ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെ ഭോക്താരം യജ്ഞതമസ്സ നമ്മൾ 5-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു, 5:29 ഭോക്താരം യജ്ഞതപസ്സ സർവലോക മഹേശ്വരം സുഹൃതം സർവഭൂതാനം ജ്ഞാത്വാ മാം ശാന്തിമിച്ഛതി. എല്ലാത്തിന്റെയും ഭോക്താവ് ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാൻ മാത്രമാണ്. നമ്മളിപ്പോ എന്താ കരുതുന്നു? നമ്മളാണ് ഭോക്താവ്, നമ്മളാണ് ആസ്വാദകൻ, നമ്മളാണ് നിയന്താവ്. പക്ഷെ അതെല്ലാം ഒരിക്കലും അല്ല. ഇത് ഭഗവാന്റേതാണ് എല്ലാം. നമ്മളും ഭഗവാന്റേതാണ് എന്ന് നമ്മള് മനസ്സിലാക്കണം. ആരാണോ അങ്ങനെ മനസ്സിലാക്കുന്നത് അവർക്ക് ഭഗവത് പ്രാപ്തി ഉറപ്പാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ സൃഷ്ടിയിലുള്ളതെല്ലാം ഭഗവാന്റെ അംശങ്ങളാണ്. എല്ലാ ജീവാത്മാക്കളും ഭഗവാന്റെ വിഭിന്ന അംശങ്ങളാണ്. അപ്പം എല്ലാം ഭഗവാൻ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് വേദങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവ് അത് കൃഷ്ണാവബോധത്തിലേക്കുള്ള ഒരു കാൽവെപ്പ് അല്ലെങ്കിൽ ഒരു ചുവട് വെപ്പ് മാത്രമേ ആകുന്നുള്ളൂ. പക്ഷെ നമ്മളുടെ മൂലസ്വരൂപം എന്താണ്? ജീവേര സ്വരൂപേര കൃഷ്ണേര നിത്യദാസ. അത്
നമ്മൾ തിരിച്ചറിയണം. അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക? നമ്മൾ ഭക്തിയുടെ സേവനത്തിന്റെ മാർഗത്തില് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആ സ്വരൂപസിദ്ധി കൈവരിക്കാൻ നമുക്ക് സാധിക്കും. നമ്മളുടെ യഥാർത്ഥ സ്വരൂപം ഇതാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു നിമിഷം വരും. അതിന് നമ്മളുടെ സാധന നമ്മൾ ശക്തമാക്കി മുന്നോട്ട് പോകണം. അപ്പം എല്ലാ വേദപ്രമാണങ്ങളെയും ഉൾക്കൊള്ളാൻ വെമ്പുന്ന ആ ജീവാത്മാവും ഭഗവാന്റെ അംശം തന്നെയാണ്. അതുകൊണ്ട് ഭഗവാൻ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഓങ്കാരം, ഇത് നമ്മൾ മുൻപ് മനസ്സിലാക്കിയതാണ്. ഓങ്കാരം അല്ലെങ്കിൽ പ്രണവം എന്ന് പറയുന്നതും അതീന്ദ്രിയമായിട്ടുള്ള ഒരു ശബ്ദ സ്പന്ദനമാണ്. അതും ഭഗവാൻ തന്നെയാണ്. അതുപോലെ തന്നെ 4 വേദങ്ങളിലും യജുസ്, സാമം, അഥർവം ഈ 4 വേദങ്ങളിലുള്ള മന്ത്രങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നത് എന്താണ്? ഓം ചേർത്തിട്ടാണ് എല്ലാ വേദമന്ത്രങ്ങളും തുടങ്ങുന്നത്. ആ പ്രണവവും ഭഗവാൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. അപ്പം എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിയിലുള്ളതെല്ലാം എല്ലാ ചരാചരങ്ങളിലും ഭഗവാന്റെ അംശം കുടികൊള്ളുന്നുണ്ട്. സുഹൃതം സർവഭൂതാനം ജ്ഞാത്വാമാം ശാന്തിമിച്ഛതി. എല്ലാവരുടെയും സുഹൃത്താണ്, എല്ലാവരുടെയും വെൽവിഷറാണ് ഭഗവാൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി അടുത്ത ശ്ലോകം. ഗതി ഭർത്ത പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃത് പ്രഭവ പ്രളയസ്ഥാനം നിധാനം ബീജമവ്യേയം. ഇത് ഭഗവാൻ ആരാണ് എന്ന് ചോദിച്ചാല് നമുക്ക് അവർക്ക് ഇട്ടുകൊടുക്കാനുള്ള ഒരു നല്ല ശ്ലോകമാണ് ഇത്. ഇതിൽ നിന്ന് ഭഗവാൻ ആര് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മളുടെ ലക്ഷ്യം എന്താണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു ശ്ലോകമാണ് ഇത്. ഗതിർഭർത്ത പ്രഭു സാക്ഷി നിവാസ ശരണു സുഹൃത്ത്. നമ്മളുടെ പരമലക്ഷ്യം, ആത്യന്തിക ലക്ഷ്യം ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാനാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഭർത്താവും നമ്മളെ ഭരിക്കുന്നവൻ ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാനാണ്. നമ്മളുടെ പ്രഭു ആരാണ്? ഭഗവാൻ തന്നെയാണ്. സാക്ഷി ആരാണ്? നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ ചിന്തകൾക്കും സാക്ഷിയായിട്ട് നമ്മളുടെ ഉള്ളിൽ കുടികൊള്ളുന്ന പരമാത്മ ചൈതന്യവും ആരാണ്? ഭഗവാന്റെ ശക്തി തന്നെയാണ്. എല്ലാവരുടെയും അഭയസ്ഥാനം, ആശ്രയസ്ഥാനം ആരാണ്? ഭഗവാൻ തന്നെയാണ്. നമുക്ക് ആശ്രയിക്കേണ്ടത് ആരെയാണ്? ഭഗവാനെയാണ്. എല്ലാവരുടെയും സുഹൃത്ത്, വെൽവിഷർ ആരാണ്? ഭഗവാനാണ്. എല്ലാത്തിന്റെയും തുടക്കം, എല്ലാം ആരിൽ നിന്ന് വരുന്നു? ഭഗവാനിൽ നിന്ന് വരുന്നു. എല്ലാം അവസാനം ചെന്നു ചേരുന്നത് എവിടെയാണ്? ഭഗവാനിലാണ്. അപ്പം എല്ലാത്തിന്റെയും പിതാവ് ആരാണ്? എല്ലാവരുടെയും അച്ഛൻ ആരാണ്? ഭഗവാൻ തന്നെയാണ്. അപ്പൊ എല്ലാം ആരാണ്? നമ്മളുടെ എല്ലാം ഭഗവാനാണ്. പക്ഷെ നമ്മളുടെ എല്ലാം നമ്മൾ ഈ ഭൗതിക ലോകമാണ്, നമ്മളുടെ സ്വത്താണ്, നമ്മളുടെ മക്കളാണ് എന്നാണ് നമ്മളുടെ ചിന്ത. നമ്മൾ ഭഗവാനെ മറന്ന് ബാക്കിയുള്ളതെല്ലാം എൻഗേജ്ഡ് ആയിരിക്കുകയാണ്. പക്ഷെ ഇതൊന്നുമല്ല. നമ്മളുടെ എല്ലാം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളുടെ ലക്ഷ്യം ഭരണകർത്താവ്, പ്രഭു, സാക്ഷി, വാസസ്ഥാനം, ആശ്രയം, ഉറ്റം, മിത്രം ഞാനാകുന്നു എന്ന് വിവർത്തനത്തില് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സൃഷ്ടിയും സംഹാരവും എല്ലാത്തിന്റെയും അടിസ്ഥാനവും ശാശ്വതമായ ബീജവും ഞാൻ തന്നെയാണ്. അഹം ബീജ പ്രജാപിത. അതായത് ഞാനാണ് പിതാവ്, എല്ലാ ജീവാത്മാക്കളുടെയും പിതാവ് ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പം നമ്മളെ ഭഗവാനെ വിട്ടിട്ട് ബാക്കിയുള്ളവരുടെ ഒക്കെ പിന്നാലെ പോവുകയാണ് ചെയ്യുന്നത്. ഓരോ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി ഓരോ ദേവീദേവന്മാരുടെയും പിന്നാലെ പോകും. അപ്പം ഭഗവാനാണ് നമ്മളുടെ ആത്യന്തിക പ്രാപ്യസ്ഥാനം, നമ്മളുടെ ലക്ഷ്യം ഭഗവാനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. അതാണ് കാരണം. അതായത് ഭഗവാനിലേക്കുള്ള പാത എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആണ്. അതിൻ്റെ ഇടയിൽ ഒരു വളവും തിരിവും ഒന്നുമില്ല. നമ്മൾ കണ്ണുമടച്ചോടിയാലും നമ്മൾ ആ മാർഗത്തിൽ നമ്മൾ വീഴില്ല, ഉറപ്പാണ്. നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുക തന്നെ ചെയ്യും. അതിൻ്റെ ഇടയിൽ കാരണം എന്താ? അതിൻ്റെ ഇടയിൽ ഒരു തടസ്സങ്ങളും ഇല്ല. തടസ്സങ്ങൾ എന്താണ്? നമ്മൾ ഉണ്ടാക്കുന്ന തടസ്സങ്ങൾ, നമ്മളുടെ അലസത, ഇത് മാത്രമേ ഉള്ളൂ തടസ്സമായിട്ട് വരുന്നത്. അതിനെ നമ്മൾ തട്ടി നീക്കി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് കണ്ണുമടച്ചോടിയാലും നമ്മളെ ലക്ഷ്യസ്ഥാനത്തെ ഭഗവത് പ്രാപ്തി നമുക്ക് ഉണ്ടാകുമെന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പം നമുക്ക് ഈ ശരീരം തന്നിരിക്കുന്നത്, ഈ രൂപം, മനുഷ്യരൂപം തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവാന് ഭക്തിയുടെ സേവനം ചെയ്ത് ഭഗവാന്റെ അടുക്കൽ തിരിച്ചെത്താൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഓരോ ജീവാത്മാക്കളെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മളതെല്ലാം മറന്ന് മായയിൽ മുഴുകി ഇവിടെയാണ് ആനന്ദം എന്ന് കരുതി നമ്മൾ ഇവിടെ എൻജോയ് ചെയ്യുകയാണ്. പലതരത്തിലുള്ള എൻജോയ്മെന്റ് ഇവിടെ ഉണ്ട്. ഇതൊക്കെ
മായയുടെ കെണിയാണെന്ന് നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ പിന്നെയും പിന്നെയും അതിന്റെ പിന്നാലെ പാഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അപ്പോഴും ഭഗവാനെ വിസ്മരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ ശ്രേഷ്ഠമായിട്ടുള്ള ആനന്ദ ഭഗവാന്റെ അടുക്കലുണ്ട് എന്ന് നമ്മൾ ഒരു നിമിഷം പോലും നമ്മൾ ചിന്തിക്കുന്നില്ല. അതിനെപ്പറ്റി നമ്മൾ ആലോചിക്കുന്നതേ ഇല്ല. അപ്പൊ നമ്മള് നേരിട്ട് ഭഗവാനെ അപ്രോച്ച് ചെയ്യുന്നതിന് പകരം ഇൻഡയറക്റ്റ് ആയിട്ട് ഭഗവാനെ പ്രാപിക്കാനാണ് ശ്രമിക്കുന്നത്. അതിനാണ് നമ്മൾ പല ദേവീദേവന്മാരെയും ഒക്കെ നമ്മൾ ആരാധിക്കുന്നത്. നമ്മൾ അത് എന്താണ് ശ്രമമേവൈഹ കേവലം, അത് വെറും പാഴ്വേലയാണ്. നമ്മളുടെ സമയവും ശക്തിയും നമ്മളുടെ ഊർജവും എല്ലാം നമ്മൾ പാഴാക്കുകയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഭഗവാൻ പറയുന്നുണ്ട് 7-ാം അധ്യായത്തിലെ 7-ാമത്തെ ശ്ലോകം, മത്ത പരതരം ജ്ഞാന്യൻ കിഞ്ചിദസ്തി ധനഞ്ജയ. ഇല്ലേ, നമ്മളൊക്കെ ഭഗവാന്റെ കഴുത്തിലെ നൂലിൽ കോർത്തിട്ടിരിക്കുന്ന മുത്തുകളാണ് നമ്മൾ. ആ നൂല് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഈ മുത്തുകളെല്ലാം ചിന്നിച്ചെതറുകയാണ് ചെയ്യുന്നത്. അതുപോലെയാണ് നമ്മളുടെ അവസ്ഥ. നമ്മളിപ്പോ ഭഗവാനിൽ നിന്ന് വേർപെട്ട് നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ചിന്നിച്ചിതറി കിടക്കുകയാണ്. അപ്പം ആ ഭഗവാനാകുന്ന നൂലിൽ നമ്മൾ കോർക്കപ്പെടണം. അതിനെന്ത് ചെയ്യണം? നമ്മൾ ഭഗവാന്റെ ഭക്തിയുടെ സേവനം ചെയ്തും ഭക്തി പരിശീലിച്ചും നമ്മൾ മുന്നോട്ട് പോകണം. എങ്കിലേ നമുക്കത് സാധിക്കുകയുള്ളൂ. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും, നമ്മളുടെ സംസാരത്തിലും എല്ലാം, നമ്മളുടെ ചിന്തയിലും അവബോധത്തിലും എല്ലാം നമ്മൾ ഭഗവാനെ കൂടി ഉൾപ്പെടുത്തണം. അത്രേ വേണ്ടൂ. അതാണ് കൃഷ്ണാവബോധം സുസുഖം കർത്തും അവ്യം എന്ന് പറയുന്നത്. വളരെ എളുപ്പമാണ് കൃഷ്ണാവബോധം പരിശീലിക്കാൻ. അതിന് വേണ്ടുന്നത് നമ്മളുടെ മനസ്സും നമ്മളുടെ സമയവും മാത്രം അതിനായിട്ട് നമ്മൾ കണ്ടെത്തണം. അത്രയേ ഉള്ളൂ. ദേവന്മാരെ പ്രാപ്യസ്ഥാനങ്ങളാക്കുന്നവരും ഒട്ടേറെ ഉണ്ട്. അതാത് ദേവന്മാർക്ക് അനുയോജ്യങ്ങളായ പൂജാവിധികൾ സനിഷ്കർഷം അനുഷ്ഠിച്ച ഭക്തന്മാർ ഓരോരോ ലോകങ്ങളിൽ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ഉപരിലോകങ്ങളിൽ നമ്മൾ മുമ്പേ കണ്ട നിഷ്ഠാമയജ്ഞം ചെയ്യുന്നത് സ്വർഗലോക പ്രാപ്തിക്ക്. ഇങ്ങനെ ഓരോ ഉപരിലോകങ്ങളിൽ പോയി സുഖം അനുഭവിക്കുന്നതിന് വേണ്ടി ഓരോരുത്തരും പലതരത്തിലുള്ള യജ്ഞങ്ങള് ചെയ്യുന്നുണ്ട്. അതൊക്കെ വെറും സമയം പാഴാക്കലും മാത്രമാണ് എന്നിവിടെ പറയുന്നുണ്ട്. കാരണം ഈ ലോകങ്ങളൊക്കെ ആരാണ് സൃഷ്ടിച്ചത്? ഭഗവാൻ തന്നെയാണ്. അപ്പം ഒരേ സമയത്ത് തന്നെ ഭഗവാന്റെ അംശങ്ങളാണ് ഈ ലോകങ്ങളെല്ലാം. പക്ഷെ ഭഗവാനിൽ നിന്ന് വ്യത്യസ്തവുമാണ് എന്നിവിടെ പറയുന്നുണ്ട്. അവ കൃഷ്ണശക്തിയുടെ പ്രത്യക്ഷീഭാവമാകയാൽ അവയെല്ലാം കൃഷ്ണനാണ്, പക്ഷെ ഭഗവാനിൽ നിന്ന് വ്യത്യസ്തവുമാണ്. പക്ഷെ അവയൊക്കെ ഭഗവാന്റെ സാക്ഷാത്കാരത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു ചുവടുവെപ്പ് മാത്രമേ ആകുന്നുള്ളൂ. അത് ഭഗവാനിലേക്ക് എത്താൻ ഇവയൊന്നും നമ്മളെ സഹായിക്കില്ല. അപ്പം ഭഗവാന്റെ വ്യത്യസ്ത ശക്തി കേന്ദ്രങ്ങളോട് അടുക്കുന്നതും പരോക്ഷമായുള്ള കൃഷ്ണ സാമീപ്യമാണ്. ഇതൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട്, പരോക്ഷമായിട്ട് ഭഗവാനെ സമീപിക്കാനുള്ള ഒരു പ്രവൃത്തികൾ മാത്രമേ ആകുന്നുള്ളൂ. അപ്പം അതിന് പകരം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നേരിട്ട് ഭഗവാന്റെ ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടണം. ഇല്ലെങ്കിൽ അതെല്ലാം വെറും സമയം പാഴാക്കലുകൾ മാത്രമാകും. അതായത് ഇപ്പൊ നമ്മളൊരു വലിയ കെട്ടിടത്തിന്റെ മുകളിലേക്ക് കയറണമെങ്കിൽ ലിഫ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ലിഫ്റ്റ് ഉപയോഗിക്കും. കാരണം എന്താ? നമ്മൾ പറയും വെറുതെ എന്തിനാ പടി കയറി സമയം കളയുന്നത് എന്ന്, ഇല്ലേ? നമ്മളുടെ ഊർജം പാഴാക്കുന്നത് എന്തിനാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെയാണ് നമ്മള് ഭഗവാനെ നേരിട്ട് ആരാധിച്ചു കഴിഞ്ഞാല് നമ്മളുടെ ഊർജവും നമ്മളുടെ സമയവും നമ്മൾ പാഴാക്കുന്നില്ല. അപ്പം എല്ലാം ഭഗവാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭഗവാന്റെ ശക്തിയിലാണ് എല്ലാം സ്ഥിതി ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഭഗവാനെ ആശ്രയിക്കാതെ ഒന്നിനും നിലനിൽപ്പില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ ചരാചരങ്ങളുടെ ഉള്ളിൽ കുടികൊള്ളുന്ന പരമാത്മ ചൈതന്യം നമ്മളുടെ എല്ലാത്തിനും സാക്ഷിയാണ്. ഇത് നമ്മൾ പലതവണ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. 13-ാം അധ്യായത്തില് 14-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, സർവതഃ പാണിപാദം സർവതോ അക്ഷി ശിരോന്മുഖം സർവതഃ ശ്രുതിമല്ലോകെ സർവമാവൃത്യ തിഷ്ഠതി. അതായത് ഭഗവാൻ സർവവ്യാപിയാണ്. ഭഗവാന്റെ കൈയും കാലുകളൊക്കെ എല്ലായിടവും വ്യാപിച്ചിരിക്കുന്നുണ്ട്. ഈ സൃഷ്ടിയിലെ എല്ലായിടത്തും ഭഗവാനെ കാണാൻ സാധിക്കും. ഓരോ മുക്കിലും മൂലയിലും ഭഗവാന്റെ ദൃഷ്ടികൾ എത്തുന്നുണ്ട്. ഭഗവാന്റെ കൈയും കാലുകളും എല്ലാം അവിടെ എത്തുന്നുണ്ട്. നമ്മൾ ഓരോ ജീവാത്മാക്കളെ എന്ത് ചിന്തിക്കുന്നുവോ എന്ത് പ്രവർത്തിക്കുന്നുവോ ഇതെല്ലാം ഭഗവാൻ അവിടെ ഇരുന്ന് അറിയുന്നുണ്ട്. നമ്മളുടെ ഉള്ളിലിരിക്കുന്ന പരമാത്മ ചൈതന്യം ഇതെല്ലാം മനസ്സിലാക്കി എടുക്കുന്നുണ്ട് എന്ന് നമ്മൾ എപ്പോഴും നമ്മൾ ഓർമ്മിക്കണം. എല്ലാത്തിന്റെ ഉടമ ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാനാണ്. പരമാധികാരി ആരാണ്? ഭഗവാൻ തന്നെയാണ്.
എല്ലാം നമ്മളെ ജീവാത്മാക്കളും എല്ലാ ചരാചരങ്ങളും നിലനിൽക്കുന്നത് ഭഗവാന്റെ ശക്തിയിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളുടേതെല്ലാം, നമ്മളുടെ വീട്, നമ്മളുടെ രാജ്യം, എല്ലാ ഗ്രഹങ്ങളും എല്ലാം തന്നെ ഭഗവാനിലാണ് നിലകൊള്ളുന്നത്. അപ്പൊ എല്ലാവരുടെയും അഭയസ്ഥാനമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. എങ്ങനെയാണ് ഭഗവാൻ ആയിരിക്കുന്നത് എന്നാണ് നമ്മൾ ഈ ശ്ലോകങ്ങളിൽ കൂടി മനസ്സിലാക്കുന്നത്. എന്തിലും ഏതിലും നമുക്ക് ഭഗവാനെ ദർശിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി, നമ്മളുടെ ദുഃഖത്തിൽ നിന്ന് മോചനം കിട്ടുന്നതിനും നമ്മൾ ആരെയാണ് ആശ്രയിക്കേണ്ടത്? ഭഗവാനെയാണ് ആശ്രയിക്കേണ്ടത്. ആ ഭഗവാന്റെ ശക്തിയിലായിരിക്കണം നമ്മളുടെ രക്ഷ. അപ്പം എല്ലാത്തിലും ശ്രേഷ്ഠമായിട്ടുള്ളത്, കാരണം എന്ന് പറയുന്നത് ആ ആദി പുരുഷനായ ഗോവിന്ദനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ജീവസത്തയാണ് ആര്? ശ്രീകൃഷ്ണ ഭഗവാൻ. അദ്ദേഹം നമ്മുടെ തലമുറയ്ക്ക് ഉത്ഭവസ്ഥാനവും പരമപിതാവുമായിരിക്കെ നമ്മൾ എന്തിനാണ് അത് വിട്ടിട്ട്, അതും തന്നെയുമല്ല നമ്മളുടെ സുഹൃത്തായിട്ട് നമ്മളോടൊപ്പം ഉണ്ട് താനും. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ആ ശ്രീകൃഷ്ണ ഭഗവാനെ വിട്ടിട്ട് എന്തിനാണ് നമ്മൾ മറ്റുള്ളവരുടെ പിന്നാലെ പോകുന്നത്? അതിന്റെ ഒരാവശ്യമില്ല. അതുകൊണ്ടൊരു ഗുണവും കിട്ടില്ല എന്ന് പ്രഭുപാദരെ വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തെക്കാൾ മികച്ച ഗുണകാംക്ഷിയാവാൻ ആർക്കും കഴിയില്ല. സൃഷ്ടിയുടെ ഉൽപ്പത്തി എന്ന് പറയുന്നതും ഭഗവാൻ തന്നെയാണ്. സംഹാരവും പ്രളയത്തിന് ശേഷമുള്ള ആത്യന്തിക വിശ്രമം എന്ന് പറയുന്നതും ഭഗവാനിൽ തന്നെയാണ്. ഈ സംഹാരത്തിന് ശേഷം എന്തൊക്കെ അവശേഷിക്കുന്നുണ്ടോ അതെല്ലാം ആരിലാണ്? എല്ലാം ഭഗവാനിൽ തന്നെയാണ് ചെന്നു ചേരുന്നത്. അപ്പം കാരണം ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. അങ്ങനെയുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ കൈകൾ, കൈകാലുകള്, തലകള്, മുഖങ്ങള്, നേത്രങ്ങള്, ചെവികള്, ഇതൊക്കെ എല്ലായിടത്തും വ്യാപിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ആ ശ്രീകൃഷ്ണ ഭഗവാന് ഗോലോകധാമത്തില് ഭഗവാൻ എന്നെന്നും വാണരുളുന്നുണ്ട്. അതുപോലെ തന്നെ അതേ ഭഗവാൻ നമ്മളുടെ ഉള്ളില് പരമാത്മ ചൈതന്യമായിട്ട് സർവവ്യാപിയായിട്ട് സ്ഥിതി ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ളപ്പോൾ ആ ഭഗവാനെ വിട്ടിട്ട് നമ്മൾ ആരുടെ പിന്നാലെ പോയാലും നമുക്കൊരു ഗുണവും കിട്ടില്ല. എന്തെങ്കിലും ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ അത് താൽക്കാലികം മാത്രമാണ്. സ്ഥിരമായിട്ടുള്ള നേട്ടം കൈവരിക്കണമെങ്കിൽ നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാനെ സമീപിച്ചെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ എന്ന് നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇനി അടുത്ത ശ്ലോകം. തപാമ്യഹമഹം വർഷം നിഗൃഹാമൃതൃജാമി ച അമൃതം ചൈവ മൃത്യുശ്ച സദസച്ചാഹം അർജുന. ഇവിടെ പറയുന്നുണ്ട്, അല്ലേ അർജുന, ഞാൻ ഊർജം പ്രദാനം ചെയ്യുന്നു. മഴ പെയ്യിക്കുന്നതും നിർത്തുന്നതും ഞാൻ തന്നെയാണ്. ഞാനാണ് അമൃതവും മൃത്യുവും ആത്മാവും ജഡവസ്തുവും എന്നിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പം എല്ലാം ഭഗവാൻ തന്നെയാണ് എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്. പക്ഷെ നമ്മളത് മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം. ഭഗവാനാണ് ചൂടും വെളിച്ചവും എല്ലാം തരുന്നത്. ഭാഗവതത്തിൽ പറയുന്നുണ്ട്, മഴ പെയ്യിക്കുന്ന ഇന്ദ്രന്റെ കടമ നിർവഹിക്കുന്നത് ഭഗവാനെ ഭയന്നിട്ടാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സൃഷ്ടിയിലുള്ള ഓരോ ശക്തികളും പ്രവർത്തിക്കുന്നത്, ഓരോ ദേവന്മാരും ഭഗവാനെ ഭയന്നിട്ടാണ് അവരുടെ ഉത്തരവാദിത്തങ്ങൾ അവരെ ഒരു അണുവീണ തെറ്റാതെ നിർവഹിച്ചു പോരുന്നത്. എല്ലാം തന്നെ ഭഗവാന്റെ ശക്തികളാണ്. വൈദ്യുതി, അതുപോലെ തന്നെ സൂര്യൻ, ഇതെല്ലാം തന്നെ ഭഗവാന്റെ ശക്തിയാണ്. സൂര്യൻ നമുക്ക് ചൂടും വെളിച്ചവും തരുന്നുണ്ടതും ഭഗവാനെ ഭയന്നിട്ടാണ് എല്ലാം അവരവരുടെ കടമകള്, ധർമ്മങ്ങള് ചെയ്യുന്നത്. വേനൽക്കാലത്ത് മഴ പൊഴിയാതെ തടയുന്നതും മഴക്കാലത്തെ വർഷധാരകൾ അഴിച്ചുവിടുന്നതും ആരാണ്? ഭഗവാൻ തന്നെയാണ്. നമുക്ക് ആയുസ് തരുന്നതും ആരാണ്? ഭഗവാൻ തന്നെയാണ്. അഹം കാലോസ്മി ലോകക്ഷേകൃ ഭഗവത്ഗീതയിൽ നമ്മൾ കണ്ടതാണ്. ആ ആയുസ് തരുന്നതും ആ കാലന്റെ രൂപത്തിൽ ഇരിക്കുന്നതും ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്. ഇപ്പൊ നമ്മൾക്ക് മരണമായിട്ട് വരുന്നതും മരണത്തിന്റെ രൂപത്തിൽ നമ്മളെ സമീപിക്കുന്നതും ഭഗവാനാണ്. അപ്പൊ അങ്ങനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മരണത്തെ ഭയപ്പെടേണ്ട ആവശ്യമേ ഇല്ല. മരണത്തിന്റെ രൂപത്തിൽ വരുന്നതും ഭഗവാനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ പലതരത്തിലാണ് ഭഗവാന്റെ ശക്തികള് ഈ സൃഷ്ടിയിലെമ്പാടും വ്യാപിച്ചിരിക്കുന്നത്. നമ്മൾ ഓരോന്നും അതിനെ വിശകലനം ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞാല് നമുക്ക് പ്രത്യേകം മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാത്തിലും, ഓരോ കണികയിലും, ഓരോ അണുവിലും ഭഗവാന്റെ ചൈതന്യം കുടികൊള്ളുന്നുണ്ട് എന്ന്. അപ്പൊ അങ്ങനെ വരുമ്പോള് സ്പിരിറ്റും മാറ്ററും തമ്മിൽ നമ്മൾ വ്യത്യാസം, അതായത് പദാർത്ഥം, ആത്മാവ്, ഇവ തമ്മിൽ നമ്മൾ വ്യത്യാസം ഇല്ല എന്നുള്ളത് ഭഗവാൻ അങ്ങനെ വ്യത്യാസം ഇല്ല എന്ന്, ദ്വന്ദ്വത ഇല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം എല്ലാം ഭഗവാനാണ്.
സർവകാരണം ഭഗവാനാണ്. അവിടെ വ്യത്യാസങ്ങളില്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പൊ അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മളെ കൃഷ്ണാവബോധത്തിന്റെ ഉന്നത തലത്തിൽ എത്തിച്ചേർന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഏകത്വം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എവിടെയും എല്ലാം എവിടെ നോക്കിയാലും എല്ലാ ചരാചരങ്ങളിലും എന്തിലും ഏതിലും നമുക്ക് ഭഗവാനെ ദർശിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമുക്ക് ആ കൃഷ്ണാവബോധത്തിന്റെ ആ തലത്തിൽ നമ്മൾ എത്തിച്ചേരണം. അപ്പൊ എല്ലാം ഭഗവാനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാത്തിലും ഭഗവാന്റെ ചൈതന്യം കുടികൊള്ളൂ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാല് നമുക്ക് ആരോടും വിരോധം വരില്ല. ആരും നമുക്ക് ശത്രുക്കളായിട്ട് ഉണ്ടാവില്ല. എല്ലാവരും മിത്രങ്ങളായിരിക്കും. എല്ലാവരോടും നമ്മൾ സ്നേഹത്തോടെ പെരുമാറും. എല്ലാം ആരാണ്? ഗോലോകധാമത്തിലെ ദ്വിഭുജനായിട്ട് ഓടക്കുഴലൂതി നിൽക്കുന്ന ആ ത്രിഭംഗ സുന്ദരനായിട്ടുള്ള ശ്യാമസുന്ദരനാണ് എല്ലാ ചരാചരങ്ങളിലും കുടികൊള്ളുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാം ഭഗവാന്റെ ലീലകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവരിലും ആ ഭഗവത് ചൈതന്യത്തെ മനസ്സിലാക്കാനുള്ള ശക്തി, ആ കഴിവ് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പം ഈ സൃഷ്ടിയിലുള്ളതെല്ലാം ഭൗതികവുമാണ്, അതേസമയം ആത്മീയവുമാണ് എന്ന് മനസ്സിലാക്കാം. ആത്മീയമായിട്ട് നമ്മൾ ആധ്യാത്മികമായിട്ട് നമ്മളെ എല്ലാവരെയും കാണണമെങ്കിൽ നമ്മളുടെ ഉള്ളും അതേപോലെ പരിശുദ്ധമായിരിക്കണം. നമ്മളുടെ ഉള്ളില് മാലിന്യം ഉള്ളത് കൊണ്ടാണ് നമുക്കെല്ലാം ഭൗതികമായിട്ട് തോന്നിക്കുന്നത്. ഈ സൃഷ്ടിയിലുള്ളതെല്ലാം ആധ്യാത്മികമാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മളുടെ ഉള്ളിലെ മാലിന്യങ്ങളെല്ലാം നീങ്ങണം. അതിനാണ് സേവനം ചെയ്യണമെന്ന് പറയുന്നത്. ഭക്തിയുടെ സേവനം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാല് നമ്മളുടെ ഉള്ള ശുദ്ധമാകും. അപ്പം ഈ കാണുന്നതൊക്കെ എല്ലാം ഭഗവാന്റെ ചൈതന്യമാണ്, ഭഗവത് ചൈതന്യമാണ് എന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള കഴിവ് നമുക്ക് നേടിയെടുക്കാന് സാധിക്കും. ഇനി അടുത്ത ശ്ലോകം. ത്രൈവിദ്യാമാം സോമപാ ഭൂതപാപ യജ്ഞൈരിഷ്ട സ്വർഗതീം പ്രാർത്ഥയന്തി തേ പുണ്യമാസാദ്യ സുരേന്ദ്രലോകം അശ്നന്തി ദിവ്യാൻ ദിവിദേവ ഭോഗാൻ. ഇവിടെ പറയുന്നുണ്ട് വിവർത്തനത്തില്, സ്വർഗീയ സുഖങ്ങൾ കാക്ഷിച്ച് വേദപഠനം നടത്തുന്നവരും സോമപാനം ചെയ്യുന്നവരും മറ്റൊരു വിധത്തിൽ ഭജിക്കുന്നത് എന്നെയാകുന്നു. പാപഫലങ്ങളിൽ നിന്ന് മുക്തരായി പുണ്യലോകമായ ഇന്ദ്രന്റെ സ്വർഗത്തിൽ ജനിച്ച് അവർ ദിവ്യ സുഖങ്ങളെ അനുഭവിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഭാവാർത്ഥത്തില് പറയുന്നുണ്ട്, നമ്മൾ ഈ ശ്ലോകത്തില് കണ്ടു ത്രൈവിദ്യ എന്ന് പറയുന്നുണ്ട് അല്ലേ. അതായത് ഇവിടെ ത്രൈവിദ്യ മാം സോമപ ഭൂതപാപ എന്ന് പറയുന്നുണ്ട്. ത്രൈവിദ്യ എന്ന് പറഞ്ഞാല് 3 വേദങ്ങളെ മനസ്സിലാക്കിയാണ്. നമ്മൾ വടക്കേ ഇന്ത്യയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം അവിടെ ദ്വിവേദി, ചതുർവേദി, ത്രിവേദി ഇങ്ങനെ ഓരോ പേരുകളുടെ ഒപ്പം ഓരോരുത്തരുടെയും പേരിനൊപ്പം ഇങ്ങനെ ചേർക്കും. അതിന്റെ അർത്ഥം എന്താണ്? അവര് അത്രയും വേദങ്ങൾ മനസ്സിലാക്കിയവരാണ്. ദ്വിവേദി എന്ന് പറഞ്ഞാല് 2 വേദങ്ങൾ പഠിച്ചിട്ടുണ്ട് അവര്. ത്രിവേദി പറഞ്ഞാല് 3 വേദങ്ങൾ അഭ്യസിച്ചവരാണ്. 4 വേദങ്ങൾ അഭ്യസിച്ചവര് ചതുർവേദികൾ. ഇങ്ങനെ അവര് പേരിനോടൊപ്പം അവര് ഇത് കൂട്ടിച്ചേർക്കും. അപ്പം ഇവിടെ ത്രിവേദിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ത്രിവേദി എന്ന് പറഞ്ഞാല് 3 വേദങ്ങൾ പഠിച്ച ബ്രാഹ്മണനെ ത്രിവേദി. ആ വേദങ്ങളിൽ നിന്നുള്ള ജ്ഞാനം ആ വ്യക്തിക്ക് സ്വായത്തമാക്കിയിട്ടുണ്ട് എന്നാണ് അർത്ഥം. അങ്ങനെയുള്ളവരെ സമൂഹത്തില് ആദരിക്കപ്പെടുന്നുണ്ട് അവര്. പക്ഷെ അങ്ങനെയുള്ളവർക്കും ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നിവിടെ ഭാവാർത്ഥത്തില് ശ്രീല പ്രഭുപാദര് പറയുന്നുണ്ട്. കാരണം അവര് വേദങ്ങളിലെ ആ വേദസൂക്തങ്ങൾ പഠിച്ച് ഹൃദയസ്ഥമാക്കി, അത്ര തന്നെ. ആ വേദങ്ങളിൽ കൂടി ആരെയാണോ മനസ്സിലാക്കേണ്ടത് ആ ഭഗവാനെ അവര് മനസ്സിലാക്കിയിട്ടില്ല. ആ വേദങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം എന്താണ്? ഭഗവത് സാക്ഷാത്കാരമാണ്. ആ സാക്ഷാത്കാരം അവര് നേടിയിട്ടില്ല. വേദങ്ങൾ ആ ശ്ലോകങ്ങൾ കുറെ മനസ്സിലാക്കി, അത്ര തന്നെ. അപ്പം ഇങ്ങനെ വേദങ്ങൾ പഠിച്ച ധാരാളം പണ്ഡിതന്മാരുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും പ്രയോജനമില്ല. എങ്ങനെയാണെങ്കിൽ ആ വേദങ്ങളുടെ അന്തിമ ലക്ഷ്യം ഭഗവാനാണ് എന്ന് മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ. അങ്ങനെ ശരിയായി മനസ്സിലാക്കിയവരെന്താ ചെയ്യുന്നത്? ഭഗവാന്റെ ആ ചരണകമലങ്ങളെ, തൃപ്പാദങ്ങളെ ആശ്രയിച്ചിട്ട് ഭഗവാനെ പ്രീതിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളിൽ അങ്ങനെയുള്ളവരെ ഏർപ്പെടും. അല്ലാതെ വേദങ്ങൾ കുറെ പഠിച്ചിട്ട് പേരിനോടൊപ്പം വാല് ചേർത്തുകൊണ്ട് അവരെ മഹാത്മാക്കളാകുന്നില്ല എന്ന് ശ്രീല പ്രഭുപാദര് പറയുന്നുണ്ട്. അപ്പം വേദങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ച ഭക്തിയുടെ സേവനം ചെയ്തു കഴിഞ്ഞാല് എല്ലാ വേദങ്ങളും പഠിച്ചവരായിട്ട് തന്നെ കണക്കാക്കും. കൃഷ്ണാവബോധത്തിലുള്ള ഓരോ ജീവാത്മാക്കളും
വേദങ്ങളൊക്കെ പഠിച്ച് ഹൃദയസ്ഥമാക്കിയവരാണ് എന്ന് ശ്രീല പ്രഭുപാദര് പറയുന്നുണ്ട്. അങ്ങനെയുള്ളവരും ഇന്ദ്രനും ചന്ദ്രനെയും പോലുള്ള ദേവകൾക്കായിട്ട് യജ്ഞാഹുതി ചെയ്യുന്നതിലാണ് അവരും താല്പര്യം കാണിക്കുന്നത്. പ്രകാരമുള്ള യജ്ഞാദികളാൽ പ്രകൃതിയുടെ അധമ ഗുണങ്ങളാൽ ഉണ്ടാകുന്ന മാലിന്യങ്ങളിൽ നിന്ന് മോചനം നേടി പരിശുദ്ധരായി ദേവാരാധകർ അവരെവിടെയാണ് എത്തിച്ചേരുന്നത്? കുറെ യജ്ഞങ്ങൾ ചെയ്യണം, കുറച്ചൊന്നും ചെയ്താൽ പോരാ, ധാരാളം യജ്ഞങ്ങൾ ചെയ്ത് അവരിൽ പരിശുദ്ധരാവണം. എങ്കിൽ മാത്രമേ അവർക്ക് ഉപരിലോകങ്ങളിലെ ഏതെങ്കിലും ലോകങ്ങളിൽ, അതായത് മഹർലോകം, ജനലോകം, തപർലോകം മുതലായ ലോകങ്ങളിൽ എത്തിച്ചേരാൻ അവർക്ക് സാധിക്കുന്നുള്ളൂ. അവർക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാലോ അവർക്ക് അവിടെ ജീവിക്കേണ്ടതായിട്ടുള്ള രൂപം, ആ ശരീരത്തിനനുസരിച്ചിട്ടുള്ള ആ ലോകങ്ങളിൽ എപ്രകാരമാണ് അവിടെ ഉള്ളവർക്ക് ആ രൂപമുള്ളത്, അതേ രൂപം നമുക്കും കിട്ടും, അത്രയും ആയുസ് നമുക്കും കിട്ടും. പക്ഷെ അത് കഴിഞ്ഞാലോ പിന്നെയും ഈ ഭൗതിക ലോകത്തിലേക്ക് വരേണ്ടി വരും എന്നിവിടെ ശ്രീല പ്രഭുപാദര് പറയുന്നുണ്ട്. അപ്പം നമുക്കെല്ലാവർക്കും യാത്ര പൂർത്തിയാക്കാനുണ്ട് അല്ലേ? നമ്മുടെയൊക്കെ യാത്ര എത്രയാണ്? ചിലർക്ക് 10 മൈലാണ്, ചിലർക്ക് 100 മൈല്, ചിലർക്ക് 1000, 10,000. അതായത് അവരവരുടെ കർമ്മഫലങ്ങൾക്കനുസരിച്ചിട്ടും യാത്രയുടെ ദൂരം വരുന്നത്. അപ്പം നമ്മളൊക്കെ ആരാണ്? ഭഗവാന്റെ കയ്യിലെ പാവകൾ മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി, അതായത് ഒരു പാവ കളിക്കാരൻ എങ്ങനെയാണോ നൂൽപ്പാവയെ ഇട്ട് ചലിപ്പിക്കുന്നത്, അതേപോലെയാണ് ഭഗവാൻ നമ്മളെ ഇട്ട് ചലിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഭഗവാന്റെ കയ്യിലെ പാവകളാണ്, ഭഗവാൻ ഇഷ്ടമുള്ള പോലെയാണ് നമ്മളെ ഇട്ട് പാവ കളിപ്പിക്കുന്നത്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കി. യന്ത്രാരൂഢാനി മായ, നമ്മളിപ്പോൾ മായയുടെ കയ്യിലെ പാവകളാണ് ഇല്ലേ? മായയാണ് ഈ ഭൗതിക ലോകത്തിൽ നമ്മളെ നിയന്ത്രിക്കുന്നത്. ആ മായയുടെ പിടിവിട്ട് ഭഗവാന്റെ കയ്യിലെ പാവയാണ് ഭഗവാന് നമ്മൾ ആഗ്രഹിക്കുന്ന മാതിരി നമ്മളെ ചലിപ്പിക്കണം. അതായത് നമ്മളുടെ ഭഗവാന് ഭക്തിയുടെ സേവനം ചെയ്ത് ഭഗവാന്റെ ധാമത്തിൽ എത്തണം. അതിനായിട്ടായിരിക്കണം നമ്മളുടെ ശ്രമം, നമ്മളുടെ പരിശ്രമം. അപ്പം നമ്മൾ ഭഗവാന്റെ പരിപൂർണ നിയന്ത്രണത്തിലായി തീരും നമ്മള്. പിന്നെ മായ നമ്മളെ സ്പർശിക്കുകയേ ഇല്ല. അപ്പം നമ്മളെ വേദങ്ങളുടെ അന്തിമ ലക്ഷ്യം എന്താണ്? നമ്മളെ തന്നെ ഉയർത്താൻ വേണ്ടിയായിരിക്കണം നമ്മൾ വേദങ്ങളെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. അല്ലാണ്ട് വേദങ്ങൾ കുറെ പഠിച്ച ശ്ലോകങ്ങൾ ഉരുവിട്ട് പിന്നെയും നമ്മൾ യജ്ഞങ്ങളും യാഗങ്ങളും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആ വേദപഠനം കൊണ്ട് നമുക്കൊരു ഗുണവും കിട്ടില്ല, ഒരു പ്രയോജനവും നമുക്ക് കിട്ടില്ല. അതായത് നമ്മളൊക്കെ തമോ ഗുണത്തിൽ നിൽക്കുന്നവരാണ്. തമോ ഗുണത്തിൽ നിന്നും നമ്മൾ സത്വ ഗുണത്തിലേക്ക് എത്തണം. സത്വ ഗുണത്തിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഉപരിലോകങ്ങളിൽ എത്തിച്ചേരാനേ സാധിക്കുകയുള്ളൂ, അല്ലാണ്ട് ഭഗവത് ധാമത്തിൽ എത്തിച്ചേരാൻ സാധിക്കില്ല. ഭഗവത് ധാമത്തിൽ എത്തിച്ചേരാണെങ്കിൽ നമ്മൾ വിശുദ്ധ സത്വത്തിന്റെ തലത്തില് എത്തിച്ചേരണം. അപ്പൊ സത്വഗുണത്തിൽ എത്തിച്ചേർന്നാലും ജന്മമൃത്യു ജരാവ്യാധിയിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ നമുക്ക് സാധിക്കില്ല. നമുക്ക് ഒരു ലോകങ്ങളിൽ പോയി നമ്മളുടെ പുണ്യം ക്ഷയിക്കുന്നത് വരെ അവിടെ കഴിച്ചു കൂട്ടാം എന്ന് മാത്രം. അപ്പം എല്ലാ വേദങ്ങളുടെയും സാരമാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം എന്ന് മനസ്സിലാക്കി നമ്മൾ എപ്പോഴും ഹരേ കൃഷ്ണ മഹാമന്ത്രം ഉരുവിടുകയും ഭഗവാന് ഭക്തിയുടെ സേവനം ചെയ്തു കഴിഞ്ഞാൽ ഇത് മാത്രം മതി നമുക്ക് ഭഗവത് പ്രാപ്തിക്ക്, വേറെ ഒന്നിന്റെയും ആവശ്യമില്ല എന്ന് നമ്മള് ഇവിടെ ഓരോ ഭാവാർത്ഥത്തിൽ കൂടിയും നമ്മളെ ശ്രീല പ്രഭുപാദരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇനി അടുത്തത് ഇപ്പൊ നമ്മൾ പറഞ്ഞു, എല്ലാം ചെയ്തു കഴിഞ്ഞാൽ എല്ലാ പുണ്യങ്ങളും ചെയ്തു എല്ലാ യജ്ഞങ്ങളും നേടി നമ്മൾ കുറെ പുണ്യങ്ങൾ സമ്പാദിച്ച് നമ്മൾ ഉപരിലോകത്തിൽ എത്തിച്ചേർന്നാൽ എന്താ സംഭവിക്കുക? അതാണ് അടുത്ത ശ്ലോകത്തിൽ കൂടി മനസ്സിലാക്കേണ്ടത്. തേതം ഭുക്ത്വാ സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി ഏവം ത്രീധർമ്മമനുപ്രപന്യ ഗതാഗതം കാമകാമാലഭന്തേ. അങ്ങനെ നമ്മള് കുറെ പുണ്യങ്ങൾ ശേഖരിച്ച് ഉപരിലോകങ്ങളിലോ സ്വർഗലോകത്തിലോ പറഞ്ഞ പോലെ മഹർലോകങ്ങളിലോ തപോലോകത്തിലോ ജനലോകത്തിലോ അതുമല്ല സത്യലോകത്തിലോ പോയി കഴിഞ്ഞാലും നമ്മളുടെ പുണ്യങ്ങളെല്ലാം ഒരു നാള് പുണ്യങ്ങളൊക്കെ ക്ഷയിക്കും. ആ പുണ്യങ്ങളെല്ലാം ക്ഷയിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും എങ്ങോട്ടേക്ക് വരേണ്ടി വരും? ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. ഈ ഭൗതിക ലോകത്തില് പിന്നെയും നമ്മൾ വന്ന് ഈ ജന്മ മൃത്യു ജരാവ്യാധിയാകുന്ന ചക്രത്തിൽപ്പെട്ട് ഉഴറേണ്ടി വരും. അപ്പൊ ഇത്രയും നാൾ കഷ്ടപ്പെട്ട് നമ്മൾ നേടിയ പുണ്യങ്ങളൊക്കെ വെറുതെ ആകും. പിന്നെയും ഈ ഭൗതിക ലോകത്തിലേക്ക് തന്നെ വരേണ്ടി വരും. പുനർചർവിത ചർവണം എന്ന് പറയുന്നത് പോലെ വീണ്ടും വീണ്ടും ജനിച്ചു മരിച്ചും ഇങ്ങനെ കഴിയേണ്ടി വരും.
ഇങ്ങനെ സ്വർഗീയങ്ങളായ ഇന്ദ്രിയ സുഖങ്ങൾ ഒട്ടേറെ അനുഭവിച്ച് തങ്ങൾ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലമെല്ലാം നഷ്ടപ്പെടുമ്പോൾ അവർ ഈ നശ്വരമായ ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നു. വേദത്രയ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന സുഖാനുഭോഗ അന്വേഷികൾക്ക് ജന്മമൃത്യു പരമ്പരയല്ലാതെ മറ്റൊന്നും കിട്ടാനില്ല. അപ്പൊ വേദങ്ങളിൽ കൂടി സഞ്ചരിക്കുന്നവർക്ക് ഈ ജന്മമൃത്യു ജരാവ്യാധി ദുഃഖദോഷാനുദർശനം ഇതിൽ നിന്ന് ഒരിക്കലും മോചനം കിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മളിവിടെ പേരും പ്രശസ്തിയും ഒക്കെ സമ്പാദിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. പക്ഷെ ഇതൊക്കെ വെറുതെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ആ സമയം കൂടി നമ്മൾ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുകയാണെങ്കിലോ നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടാന് സാധിക്കും. ഉന്നത ഗ്രഹങ്ങളിലൊക്കെ സ്ഥാനക്കയറ്റം കിട്ടുന്നവർക്ക് ദീർഘജീവിതം ആസ്വദിക്കുന്നതോടൊപ്പം ഇന്ദ്രിയ സുഖങ്ങൾക്കുള്ള നല്ല എല്ലാവിധ സൗകര്യങ്ങളും കിട്ടും. അപ്പൊ ഇന്ദ്രിയാസ്വാദനത്തിൽ താല്പര്യമുള്ളവരാണ് ഈ യജ്ഞങ്ങളും ഹോമങ്ങളും ഒക്കെ ചെയ്ത്. കാരണം ഇവിടെ കിട്ടുന്ന സുഖങ്ങളൊന്നും പോരാ, മുകളിലുള്ള ലോകങ്ങളിൽ പോയി അവിടെയും സുഖം ആസ്വദിക്കണം, അതാണ് അവരുടെ ലക്ഷ്യം. പക്ഷെ ആ സുഖമൊന്നും സ്ഥായിയല്ല എന്ന് മനസ്സിലാക്കുന്നില്ല. അതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. ആ പരിമിതി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് പുണ്യം ക്ഷയിച്ചാല് വീണ്ടും ഈ ഭൗതിക ലോകത്തിൽ വന്ന് കഷ്ടപ്പെടേണ്ടി വരും എന്ന് ചിന്തിക്കുന്നില്ല ആരും. പൂർണ്ണജ്ഞാനം നേടിയിട്ടില്ലാത്ത അഥവാ എല്ലാറ്റിനും കാരണഭൂതനായ ഭഗവാനെ അറിയാത്തവർക്ക് ജീവിതത്തിന്റെ പരമലക്ഷ്യം പ്രാപിക്കുന്നതിൽ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്ക് മുകളിലേക്ക് പോവുക, താഴെ വരിക, വീണ്ടും പോവുക, വീണ്ടും വരിക, ഇത് തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മൾ വീടിന്റെ മുകൾ തട്ടിലേക്ക് കയറുന്ന മാതിരി സ്റ്റെപ്പ് കയറുക ഇറങ്ങുക, കയറുക ഇറങ്ങുക, ഇതേപോലെ ഉപരിലോകങ്ങളിൽ പോവുക, തിരിച്ചു വരിക, വീണ്ടും പുണ്യപ്രവൃത്തികൾ ചെയ്യുക, വീണ്ടും മുകളിലേക്ക് പോവുക. ഇതിനൊരു അവസാനം ഇടാന് സാധിക്കില്ല അങ്ങനെയുള്ളവർക്ക്. ഉപരിലോകങ്ങളിലേക്കുള്ള പ്രയാണവും വീണ്ടും ഭൂലോകവാസവും അവർക്കൊരു പതിവായി തീരുന്നു. അങ്ങനെ പൊങ്ങിയും താണും പൊങ്ങിയും താണും ഇങ്ങനെ ജനന മരണമാകുന്ന ചക്രത്തിൽപ്പെട്ട് പൊങ്ങുതടി പോലെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷ്യം കാണാന് കരകയറാൻ അവർക്കൊരിക്കലും സാധിക്കില്ല. ഇങ്ങനെ പല ഗ്രഹവ്യൂഹങ്ങളിലൂടെ ജനിച്ചും മരിച്ചും ചുറ്റിത്തിരികയാണവർ. സച്ചിദാനന്ദാത്മകമായ ഒരു ശാശ്വത ജീവിതം അനുഭവിക്കാനും പിന്നീട് ഒരിക്കലും ക്ലേശപൂരിതമായ ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചു വരാതെ കഴിക്കാനും വേണ്ടി ആധ്യാത്മിക ലോകം തേടുകയാണ് എവരും ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ശ്രീല പ്രഭുപാദര് വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇതെല്ലാം വിട്ട് തിരുനാമം ജപിച്ചും ഭഗവാനെ ഭക്തിയുടെ സേവനം ചെയ്തും ഈ ജനന മരണമാകുന്ന ആ ചക്രത്തിന് ഒരു അവസാനം ഇടുക, ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുക, തിരിച്ചുവരവില്ലാത്ത ലോകത്തിലേക്ക് പോകാനായിട്ട് പരിശ്രമിക്കാനാണ് നമ്മളോട് എല്ലാവരോടും എല്ലാ ജീവാത്മാക്കളോടും പ്രഭുപാദര് ആവശ്യപ്പെടുന്നത്. അതിനു വേണ്ടിയിട്ടാണ്. ഇനിയും അടുത്ത ശ്ലോകം. അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ഇത് വളരെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു ശ്ലോകമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ശ്ലോകം. ഇത് ബൈഹാർട്ടാക്കി വെക്കുക. ഇതിലെ കുറെ ശ്ലോകങ്ങളെങ്കിലും നിങ്ങളെ ബൈഹാർട്ടാക്കണം. വെറുതെ ഇരിക്കുമ്പോഴെങ്കിലും ഈ ശ്ലോകങ്ങളൊക്കെ ഉരുവിടുമ്പോൾ നമ്മളുടെ മനസ്സിനെ ശുദ്ധമാക്കാനും നമ്മളുടെ മനസ്സിനെ ഏകാഗ്രമാക്കാനും നമുക്ക് സാധിക്കും. ഓരോ അധ്യായത്തിലെയും പ്രധാനപ്പെട്ട ശ്ലോകങ്ങൾ ബൈഹാർട്ടാക്കാനും നിങ്ങൾ പരിശ്രമിക്കണം. എല്ലാം ഒന്നും ഓർമ്മയിൽ നിൽക്കില്ലെങ്കിലും കുറെയൊക്കെ നമുക്ക് ഓർമ്മയിൽ നിലനിർത്താൻ സാധിക്കും. ഇവിടെ വിവർത്തനത്തിൽ പറയുന്നുണ്ട്, എന്റെ ദിവ്യ രൂപത്തെ ധ്യാനിച്ചുകൊണ്ട് പൂർണ്ണമായ ഭക്തിയോടെ ആരാണോ എന്നെ എല്ലായ്പ്പോഴും ആരാധിക്കുന്നത് അവർക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ നൽകും, അവർക്കുള്ളതെല്ലാം ഞാൻ നിലനിർത്തുകയും ചെയ്യും. ഇത് നമ്മളെ ആകെ കുഴപ്പിക്കുന്ന ഒരു വിവർത്തനമാണ്. ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്, ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ആരാണോ ഭഗവാനെ ഭക്തിയോടെ ആരാധിക്കുന്നത്, ഭഗവാനെ സേവിക്കുന്നത്, അവർക്ക് വേണ്ടുന്നതൊക്കെ ഭഗവാൻ നൽകും, അവർക്കുള്ളതെല്ലാം ഭഗവാൻ നിലനിർത്തുകയും ചെയ്യും. അതേസമയം ശ്രീമദ് ഭാഗവതത്തിൽ നമുക്ക് ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് കാണാൻ സാധിക്കും. ഭഗവാൻ പറയുന്നുണ്ട്, എന്നെ സമീപിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം അവർക്കുള്ളതെല്ലാം ഇല്ലാതാക്കും എന്ന്. അല്ലേ, നമുക്കറിയാം പൂന്താനത്തിന്റെ കഥ. പൂന്താന ഭഗവാൻ ഭക്തനായിരുന്നു. ഒരു ഉണ്ണി ഉണ്ടായി. ആ ഉണ്ണിയെ തിരിച്ചെടുത്തു ഭഗവാൻ. എന്തിനു വേണ്ടിയിട്ടാണ്? ആ പൂന്താനത്തിന്റെ ശ്രദ്ധ മുഴുവൻ, ആ സ്നേഹം മുഴുവൻ ആ ഉണ്ണിക്ക് കൊടുക്കും. ആ സ്നേഹം എനിക്ക് കിട്ടാതാകും എന്ന ചിന്തയോടെ. അപ്പൊ ഭഗവാൻ ഇങ്ങനെ കാലുമാറുന്ന ആളാണ്, അല്ലേ? രണ്ടു തരത്തിലും ഭഗവാൻ നിൽക്കും, രണ്ടു തരത്തിലും ഭഗവാൻ സംസാരിക്കുകയും ചെയ്യും. അപ്പൊ ഈ ശ്ലോകത്തിന്റെ അർത്ഥം, ആശയം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്കൊരു കഥയിൽ കൂടി ഇതിന്റെ ആശയം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് അർജുനാചാര്യർ എന്ന് പറയുന്ന ഒരു ഭക്തനുണ്ടായിരുന്നു.
അദ്ദേഹം ഭഗവത് ഭക്തനായിരുന്നു. അദ്ദേഹം ഭഗവത്ഗീതയ്ക്ക് ടീക്ക അതിന്റെ ഭാവാർത്ഥങ്ങൾ അദ്ദേഹം വിശദീകരണം എഴുതിയപ്പോൾ ഈ ശ്ലോകം എത്തിയപ്പോൾ അദ്ദേഹത്തിന് ഒരു സംശയം. ഇവിടെ മഹാമേഹം എന്ന് പറയുന്നുണ്ട് അല്ലേ? അതായത് എന്നെ ആരാധിക്കുക, എനിക്ക് സേവനം ചെയ്യുന്നവരുടെ യോഗക്ഷേമങ്ങള്, അവരുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കും, അവരെ ഞാൻ ചുമക്കും എന്നാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. അവർക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ ചെയ്തു കൊടുക്കും. കാരണം അവര് എനിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞൊഴിച്ചവരാണ്. അപ്പൊ അവരെ സംരക്ഷിക്കേണ്ട ചുമതല ആർക്കാണ്? ഭഗവാനാണ്. അതാണ് നമേ ഭക്ത പ്രണശ്യേതി, എന്റെ ഭക്തൻ ഒരിക്കലും നാശമുണ്ടാവില്ല എന്ന് ഭഗവാൻ അർത്ഥമാക്കുന്നു. അവരുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കും ഇല്ലേ? അപ്പൊ ഇത് വന്നപ്പോള് അർജുനാചാര്യർക്കൊരു സംശയം. ഭഗവാൻ ഇങ്ങനെ ഓരോ ഭക്തന്മാരുടെയും കാര്യങ്ങൾ നോക്കി നടത്തണോ? ഭഗവാൻ ഭക്തന്റെ വേലക്കാരനാണോ എന്നൊരു ചിന്ത വന്നു അർജുനാചാര്യർക്ക്. അപ്പൊ അർജുനാചാര്യർ എന്ത് ചെയ്തു? മഹാമേഹം മാറ്റി ജയദേവ ഗോസ്വാമി ചെയ്ത മാതിരി അതിങ്ങനെ വെട്ടിത്തിരുത്തി അതിന് പകരം കരോമി എന്നാക്കി. കരോമി എന്ന് പറഞ്ഞാൽ അത് മറ്റൊരാളിനെ കൊണ്ട്, ഭഗവാൻ തന്നെ മറ്റൊരാളിനെ കൊണ്ട് ചെയ്യിക്കുക എന്നാക്കി. അത് പിന്നെയും തിരുത്തും, പിന്നെയും മഹാമേഹമാക്കും. ഇങ്ങനെ കുറെ പ്രാവശ്യം വെട്ടിയും തിരുത്തിയും അങ്ങനെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് അർജുനാചാര്യർ എന്ത് ചെയ്തു? ഭിക്ഷ യാചിക്കാനായിട്ട് പോയി. പണ്ട് കാലത്ത് ഇങ്ങനെയുള്ള ഭക്തന്മാരൊക്കെ അവര് ഇങ്ങനെ ഭിക്ഷ യാചിച്ച് കിട്ടുന്നത് കൊണ്ട് കഴിയുക. കാരണം അവർക്ക് അത്രയും താല്പര്യമുള്ള, അവർ ഇതിനായിട്ട് ഭൗതിക കാര്യങ്ങൾക്കായിട്ട് അവര് സമയം ചെലവഴിച്ചിരുന്നില്ല. അവരുടെ ചിന്ത എന്താ? അത്രയും കൂടി ഭഗവാന്റെ കാര്യങ്ങളിൽ ഏർപ്പെടാം. നമ്മൾ അങ്ങനെയല്ല, അത്രയും കൂടി നമ്മളുടെ കാര്യം നോക്കാമെന്നാണ് നമ്മൾ ചിന്തിക്കുക. പക്ഷെ അവരൊന്നും അങ്ങനെയായിരുന്നില്ല. കിട്ടുന്ന സമയം മുഴുവൻ അവര് ഭഗവാന്റെ കാര്യങ്ങളിൽ എൻഗേജ്ഡാണ്. അപ്പൊ അദ്ദേഹം ഭിക്ഷ യാചിക്കാനായിട്ട് പോയി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ രണ്ട് കുട്ടികള് അവിടെ വലിയ കൊട്ട തലയിൽ വെച്ചിട്ട് ആ കൊട്ടയിൽ നിറയെ സാധനങ്ങളാണ്, ഭക്ഷണ ഉണ്ടാക്കാനുള്ള ധാന്യങ്ങള്, പച്ചക്കറികള്, പലചരക്കുകൾ എല്ലാം ഉണ്ട്. രണ്ട് കൊച്ചു കുട്ടികളാണ്. ഈ വലിയ കുട്ടയും ചുമന്നുകൊണ്ട് അർജുനാചാര്യരുടെ വീട്ടിലെത്തി വാതിലിൽ തട്ടി. അപ്പൊ അർജുനാചാര്യരുടെ പത്നി വന്ന് വാതിൽ തുറന്നപ്പോൾ രണ്ട് നല്ല ഭംഗിയുള്ള നല്ല സുന്ദരന്മാരായ രണ്ട് കുട്ടികള്, ഒരു കറുത്ത കുട്ടിയുമുണ്ട്, ഒരു വെളുത്ത കുട്ടിയുമുണ്ട്. അപ്പം അർജുനാചാര്യന്റെ പത്നിക്ക് അത്ഭുതമായി. ഈ കുട്ടികൾ ഏതാണ് എന്നവർക്ക് സംശയമായി. അപ്പൊ ഈ കുട്ടികളില് ആകെ അസ്വസ്ഥരാണ്. അപ്പം പത്നി ചോദിച്ചു, ഇത് നിങ്ങൾ എവിടുന്നാ വരുന്നത്? നിങ്ങൾ എന്താണ് ഈ കുട്ടിയിൽ ചുമന്നു കൊണ്ടുവന്നത്? അപ്പൊ പറഞ്ഞു, അർജുനാചാര്യര് തന്നു വിട്ടതാണ്. അപ്പൊ പറഞ്ഞു, ഇത് വേഗം ഞങ്ങൾ അകത്ത് കൊണ്ടുവെക്കട്ടെ, ഇല്ലെങ്കിൽ അദ്ദേഹം ഞങ്ങളെ വഴക്കു പറയും, അദ്ദേഹം ഞങ്ങളെ അടിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഈ പത്നിക്ക് അത്ഭുതം. അദ്ദേഹം പറഞ്ഞു, എന്റെ ഭർത്താവ് അങ്ങനെയൊന്നും ചെയ്യില്ല, ആരെയും ഉപദ്രവിക്കില്ല, പ്രത്യേകിച്ച് കുട്ടികളെ ഒട്ടും ഉപദ്രവിക്കില്ല. നിങ്ങൾക്ക് തെറ്റിപ്പോയി, എന്റെ ഭർത്താവല്ല. ഇല്ല, അർജുനാചാര്യരാണ് അല്ലേ നിങ്ങളുടെ ഭർത്താവ്? പറഞ്ഞു, അതെ, അദ്ദേഹം ഞങ്ങളെ ശിക്ഷിക്കും. അപ്പൊ അതിലെ കറുത്ത കുട്ടി തിരിഞ്ഞു നിന്നിട്ട് ഷർട്ട് ഉയർത്തി കാണിച്ചു. അപ്പൊ ആ പുറം മുഴുവൻ അടികൊണ്ട പാടുകളാണ്. ദേ ഇത് കണ്ടോ, അദ്ദേഹം ഞങ്ങളെ അടിച്ചതാണ്, ഇത് വേഗം ഞങ്ങൾ അകത്ത് വെക്കട്ടെ, ഇല്ലെങ്കിൽ ഇതിന് ഞങ്ങളെ അടിക്കും അദ്ദേഹം എന്ന് പറഞ്ഞ ഇവര്. അപ്പൊ പറഞ്ഞു, ശരി, നിങ്ങൾ അകത്ത് വന്ന് ഇത് വെച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് വേഗം അകത്ത് കയറി ഇത് വെച്ചിട്ട് അവര് ഓടിപ്പോയി. അപ്പൊ അർജുനാചാര്യന്റെ പത്നിക്ക് ദേഷ്യം വന്നു. ഇത്ര ചെറിയ കുട്ടികളെ അടിക്കുക, എന്റെ ഭർത്താവ് എന്താ ഇങ്ങനെ? ഇദ്ദേഹത്തിന് എപ്പോഴാണ് ഇങ്ങനെ ഒരു ക്രൂരത മനോഭാവം വന്നത്? എന്താണ് കാര്യം? അവർക്ക് ആകെ ദേഷ്യം തോന്നി ഭർത്താവിനോട്. അപ്പൊ അവരെന്ത് ചെയ്തു? ഈ കുട്ടികൾ കൊണ്ടുവന്ന സാധനങ്ങളിൽ കുറച്ചെടുത്തിട്ട് ഭക്ഷണം ഉണ്ടാക്കി അത് ഭഗവാന് ഓഫർ ചെയ്തിട്ട് അവര് ഭക്ഷിക്കാൻ തുടങ്ങി. അപ്പൊ നമ്മളുടെ സനാതന ധർമ്മത്തിൽ അങ്ങനെ പതിവില്ല. ഭർത്താവിനോടൊപ്പം ഇരുന്ന് അല്ലെങ്കിൽ ഭർത്താവ് കഴിച്ചതിന് ശേഷമാണ് ഭക്ഷിക്കുക. അപ്പൊ ഇന്ന് ആ പതിവ് അർജുനാചാര്യരുടെ പത്നി തെറ്റിച്ചു, കാരണം ഈ ദേഷ്യം കൊണ്ട്. അപ്പൊ അർജുനാചാര്യര് വന്നപ്പോ തന്റെ പത്നി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അദ്ദേഹത്തിന്റെ ദേഷ്യം വന്നു, ഇത് പതിവില്ലാത്തതാണല്ലോ, ഇതെന്താ ഇങ്ങനെ? അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഇതെന്ത് പറ്റി, ഇതെന്താ ഇത്? അദ്ദേഹം ദേഷ്യപ്പെട്ടു. അപ്പൊ ഇവരും ദേഷ്യപ്പെട്ട് പറഞ്ഞു, നിങ്ങൾ എന്താ ഇങ്ങനെ? നിങ്ങൾ എന്തു മുതലാണ് ഇത്ര ക്രൗര്യം കാണിച്ചു തുടങ്ങിയത്? ആ കുട്ടികളെ നിങ്ങൾ എന്തിനാണ് ഇത്രയധികം അടിച്ചത്? അപ്പൊ അർജുനാചാര്യർക്ക് മനസ്സിലായില്ല ഇവരെന്താണ് ഈ പറയുന്നത്. അപ്പൊ ചോദിച്ചു, എന്താ പറയുന്നത്? എന്താ സംഭവിച്ചത്? എന്താ ഉണ്ടായത്? അപ്പം ഈ പത്നി നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു, കുട്ടികൾ വന്നതും സാധനങ്ങൾ കൊണ്ട് തന്നതും എല്ലാം പറഞ്ഞു. അപ്പൊ അർജുനാചാര്യര് ധ്യാനത്തില് മനസ്സിലാക്കി, ആ കുട്ടികൾ വേറെ ആരും ആയിരുന്നില്ല, കൃഷ്ണനും ബലരാമനുമാണ്. കാരണം എന്നെ മനസ്സിലാക്കിക്കാൻ വന്നതാണ് എന്ന്. കാരണം മഹാമേഹം എന്ന് പറഞ്ഞാൽ ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുന്ന ഭക്തന്മാരുടെ എല്ലാ ഉത്തരവാദിത്വവും ഭഗവാനാണ് എന്ന് ഭഗവാൻ കാണിച്ചു തന്നതാണ് എന്ന് അർജുനാചാര്യർക്ക് മനസ്സിലായി.
അർജുനാചാര്യര് ചിന്തിച്ചില്ലേ ആ ഭഗവാൻ എങ്ങനെയാണ് ഭഗവാൻ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക, ഭഗവാൻ എന്തിനാണ് സ്വയം ഭക്തന്മാരെ ചുമക്കുന്നത് എന്തിനാണ് എന്നൊരു തെറ്റിദ്ധാരണ അർജുനാചാര്യരിൽ വന്നു. ആ തെറ്റിദ്ധാരണ തിരുത്താൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ സ്വയം കാണിച്ചു കൊടുത്തു. എന്റെ ഭക്തന്മാരുടെ ഉത്തരവാദിത്വം എനിക്കാണ്, മറ്റുള്ളവർക്കല്ല എന്ന് പ്രാക്ടിക്കലായിട്ട് പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇപ്പൊ ഈ ശ്ലോകത്തിന്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പം നമ്മൾ ഭക്തിപൂർവ്വം ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളുടെ കുടുംബത്തെ പറ്റിയോ ഒന്നും നമ്മൾ ഉത്കണ്ഠപ്പെടേണ്ട ആവശ്യമില്ല. അതൊക്കെ ഭഗവാൻ യഥാവിധി ഭഗവാൻ അത് നോക്കിക്കൊള്ളും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതെ, മഹാത്മാക്കൾ അതാണ് ചെയ്യുന്നത്. മഹാത്മാക്കൾക്ക് ഒരിക്കലും അവരുടെ കുടുംബത്തെ പറ്റി, അവർക്കും കുടുംബമുണ്ട്, അവരെ പറ്റി ഒന്നും അവര് ചിന്തിക്കാറില്ല. അവര് ഫുൾ ടൈം എൻഗേജ്ഡ് ആണ് ഭഗവാനില്. കൃഷ്ണാവബോധമില്ലാതെ ഒരു നിമിഷം പോലും കഴിച്ചുകൂട്ടാൻ അവർക്ക് സാധിക്കില്ല. 24/7 സ്മർത്തവ്യം സതതം വിഷ്ണു വിസ്മർത്തവ്യം ന ജാതചിത്. അതാണ് മഹാത്മാക്കൾ. അവരെപ്പോഴും ഭഗവാനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് നവതാ ഭക്തിയിൽ കൂടിയാണ് അവര് മുന്നോട്ട് പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ശ്രവണം, കീർത്തനം. പശുഭാവഹങ്ങളും ആത്മീയ പ്രഭാവങ്ങളുമായ ഈ കർമ്മങ്ങൾ ഭക്തനെ പരിപൂർണമായിട്ടുള്ള ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്നു. പിന്നെ ഭഗവാന്റെ സമ്പർക്കമല്ലാതെ ഒരു ഭക്തൻ വേറൊന്നും ആഗ്രഹിക്കില്ല. അങ്ങനെയുള്ള ഭക്തന്മാർക്ക് ഭഗവാന്റെ സാമീപ്യം നിഷ്പ്രയാസം അനുഭവിക്കാന് സാധിക്കും. ഇതാണ് ശരിയായിട്ടുള്ള യോഗമെന്ന് പറയുന്നത്. ഭഗവാന്റെ കൃപാതിരേകത്താൽ അത്തരം ഒരാൾക്ക് ഒരിക്കലും ഭൗതിക ജീവിതത്തിന്റെ അല്ലെങ്കിൽ ഭൗതിക ലോകത്തിലേക്ക് വീണ്ടും വീണ്ടും വരേണ്ടി വരില്ല. ക്ഷേമം എന്നതിന് ഭഗവാന്റെ കരുണാമയമായ രക്ഷയിൽ കഴിയുക എന്നാണ് ക്ഷേമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ഭൗതികമായിട്ടുള്ള ക്ഷേമമല്ല ഇവിടെ അർത്ഥം. യോഗത്താൽ കൃഷ്ണാവബോധം നേടാനുള്ള യത്നത്തിൽ ഭഗവാൻ ഭക്തനെ സഹായിക്കുന്നു. നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള വഴി ഭഗവാൻ തീർച്ചയായിട്ടും നമുക്ക് തുറന്നു തരും. അങ്ങനെ കൃഷ്ണാവബോധം ലഭിച്ച ശേഷം ക്ലേശപൂർണമായ ബദ്ധമായ ജീവിതത്തിലേക്ക് വീണ്ടും വീഴാൻ ഇടവരാതെ ഭഗവാൻ നമ്മളെ കാത്തുരക്ഷിക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അനന്യഭക്തി 1 പോയിന്റഡ് അറ്റൻഷനിലെ ഭഗവാനെ നമ്മൾ ആരാധിക്കാനും ഭഗവാനെ ഭക്തിയുടെ സേവനം ചെയ്യാനും നമ്മൾ പരിശ്രമിക്കണം. എപ്പോഴും എപ്പോഴും നമ്മളുടെ ഉള്ളിലെ ഭഗവത് സ്മരണം നമ്മൾ നിലനിർത്തുകയും വേണം. ഇത്രയും മതി നമുക്ക് ഭഗവത് പ്രാപ്തി ഉറപ്പാണ്. ഈ കഥയിൽ കൂടി അപ്പൊ ഈ ശ്ലോകത്തിന്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.